بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അള്ളാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ അല്ലാഹുമ്മ സിദ്നാ ഇൽമ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കുട്ടികളെ, അള്ളാഹു ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖും നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 29ഓളം ആയത്തുകൾ 3 ഹിസ്ബ് പൂർത്തിയാക്കി. കഴിഞ്ഞ 2 ക്ലാസ്സുകൾ ഇദ്രീസലായി, അത് നിങ്ങൾക്ക് എടുത്തു തന്നു. ഇൻഷാ അല്ലാഹ് 4-ാമത്തെ ഹിസ്ബ് 30-ാമത്തെ ആയത്താണ്. പരിഭാഷയിൽ 149-ാമത്തെ പേജാണ് ഇന്നെടുക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യല്ലേ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين. 30 മുതൽ 34 വരെയുള്ള ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഒരു പുതിയ വിഷയമാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു തആല പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയത്തിനുള്ളിൽ സാധിക്കുമെങ്കിൽ ഇൻഷാ നമ്മളത് തീർക്കും, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കേൾപ്പിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹു മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളെക്കുറിച്ചും ഏതൊക്കെ നിലക്ക് നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുമോ പല ഉദാഹരണങ്ങളും പറഞ്ഞു. അള്ളാഹു നമ്മളെ വിശദീകരിച്ചു, നമ്മൾക്കത് വിശദമായി പഠിപ്പിച്ചു തന്നു. ഇനി ഒരു പുതിയ ഭാഗത്തേക്ക് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ഇനി അള്ളാഹു ഈ ആയത്തുകളിലൂടെ നമ്മെ കൃത്യമായി വിശദീകരിച്ച് പഠിപ്പിക്കുന്ന മറ്റൊരു ഭാഗം. നമ്മളെല്ലാവരും ആദമിൽ നിന്നാണ്.
ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ കേട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ഭൂമിയിലേക്ക് അള്ളാഹു തആല മനുഷ്യരെ അയക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ. അതാണ് ഇതുവരെ നമ്മൾ ഓതിക്കേട്ടത്. അതിൻ്റെ അർത്ഥങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്കുക. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക, വഇദ് ഖാല റബ്ബുക്, താങ്കളുടെ റബ്ബ്, നിൻ്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം. കുറേ സ്ഥലങ്ങളിൽ ഗൗരവമുള്ള വിഷയം പറയുന്ന സമയങ്ങളിലൊക്കെ ഈ ഇദ് എന്ന പ്രയോഗം വെച്ച് അല്ലാഹു തആല പറയാറുണ്ട്. ഇന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ അല്ലാഹ് പറഞ്ഞത്, ഇന്ന സമയത്ത് അല്ലാഹ് പറഞ്ഞത്, അതാണ് ഉദ്ദേശിക്കുന്നത്. വഇദ് ഖാല റബ്ബുക്, നിൻ്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം. ലിൽ മലായിക, മലക്കുകളോട്. ഇന്നി, തീർച്ചയായും ഞാൻ, ജാഇലുൻ, ആക്കുകയാണ്. ജഅല ചില ആക്കുക, ഉണ്ടാക്കുക, പല അർത്ഥങ്ങളും അതിന് സൂചിപ്പിക്കാറുണ്ട്. തീർച്ചയായും ഞാൻ ആക്കുകയാണ്. ഫിൽ അർളി, ഭൂമിയിൽ, ഖലീഫ, ഒരു ഖലീഫയെ. ഇൻഷാ അല്ലാഹ് എന്താണ് നിങ്ങൾക്ക് അർത്ഥം നോക്കുമ്പോൾ അവിടെ ഖലീഫ എന്നാ കൊടുക്കുക. എന്താണ് ഖലീഫ എന്ന് നമുക്ക് പറയാം കേട്ടോ. അള്ളാഹു മലക്കുകളോട് പറയാണ്, തീർച്ചയായും ഭൂമിയിലേക്ക് നാം എന്ത് ഉണ്ടാക്കാൻ പോകുകയാണ്, എന്തിനാക്കാൻ പോകുകയാണ്? ഒരു ഖലീഫയെ ഭൂമിയിലേക്ക് നിശ്ചയിക്കാൻ പോകുകയാണ്. ഖാലു, ആ സമയത്ത് അവർ ചോദിച്ചു. ഈ ഖാലക്ക് പറഞ്ഞു, ചോദിച്ചു എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അവിടെ അവർ പറഞ്ഞു, അഥവാ മലക്കുകൾ അള്ളാഹുവോട് ചോദിക്കുന്ന ഒരു രംഗമാണ്. ഖാലു അതജ്അലു, നീ ആക്കുകയാണോ, ഫീഹ, അതിൽ, മൻ യുഫ്സിദു ഫീഹ, മൻ, ഒരുത്തനെ. ഖാലു, അവർ ചോദിക്കുകയാണ്. ഉദ്ദേശിക്കുന്നത് ആരാണ്? മലക്കുകൾ അള്ളാഹിനോട് ചോദിക്കുകയാണ്, ഭൂമിയിൽ ഒരു ഖലീഫയെ ഞാൻ ആക്കാൻ പോവുകയാണ് എന്ന് അള്ളാഹു മലക്കുകളോട് പറയുന്ന സന്ദർഭമാണിത്. അതാണ് സംഭാഷണം നടക്കുന്ന രംഗം. ആ സമയത്ത് മലക്കുകൾ തിരിച്ച് അള്ളാഹിനോട് ചോദിക്കുന്നു, നീ അവിടെ ആ ഭൂമിയിൽ ആക്കുകയാണോ, മൈ യുഫ്സിദു ഫിഹ, അതിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവൻ. ഫസാദ് ഉണ്ടാക്കുക, നമ്മൾ തന്നെ സാധാരണ സൂചിപ്പിക്കുന്ന പദം അല്ലേ, കുഴപ്പമുണ്ടാക്കുക. വയസ്ഫിക്കുദ്ദിമ, സഫ്കുദ്ദിമ എന്ന് വെച്ചാൽ രക്തം ചിന്തുക, രക്തം ചൊരിയ, രക്തം ചിന്തുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. വയസ്ഫിക്കുദ്ദിമ, രക്തം ചിന്തുന്നവരെയും നീ ഭൂമിയിലേക്ക് ആക്കാൻ പോവുകയാണോ. വനഹ്നു, ഞങ്ങളാകട്ടെ, നുസബ്ബിഹു, താങ്കൾ അള്ളാഹുവെ നിനക്ക് തസ്ബീഹ് ചെയ്യുന്നുണ്ട്, ബിഹംദിക്ക, താങ്കളുടെ ബിഹംദിക്ക, നിന്നെ സ്തുതിച്ചുകൊണ്ട്. ഞങ്ങൾ മലക്കുകൾ നിന്നെ സ്തുതിച്ചുകൊണ്ട് നിനക്ക് തസ്ബീഹ് ചെയ്യുന്നവരാ. വനുഖദ്ദിസുലക, നിനക്ക് തഖ്ദീസും ചെയ്യുന്നവരാ, അഥവാ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞങ്ങൾ സദാസമയം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നവരാ എന്ന് മലക്കുകൾ പറയാണ്. ഖാല, അള്ളാഹ് പറയുന്ന മറുപടി, ഖാല, അവൻ പറഞ്ഞു, അഥവാ അള്ളാഹ് പറയാണ്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, ഇന്നി അഅലം, തീർച്ചയായും ഞാൻ അറിയും, മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തത്. ഇതാണ് പദാനുപദം അർത്ഥം. ഒന്നുകൂടെ ആയത്ത് ശ്രദ്ധിക്കണം. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക, മലക്കുകളോട് നിന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, തീർച്ചയായും ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ ആക്കാൻ പോവുകയാണ്. ഖാലു, അവർ ചോദിച്ചു, അവർ പറഞ്ഞു. ഉദ്ദേശിക്കുന്നത് ആരെക്കുറിച്ചായിരിക്കും? മലക്കുകൾ. ബേക്കത്തെ സൗണ്ട് ഞാൻ കേൾക്കുന്നില്ല. ആരാണ്? മലക്കുകൾ അല്ലാഹുവോട് പറയുക, അതജ്അലു ഫീഹ, നീ അവിടെ ആക്കുകയാണോ, മൻ യുഫ്സിദു ഫീഹ, അവിടെ കുഴപ്പമുണ്ടാക്കുന്നവനെ, വയസ്ഫിക്കുദ്ദിമ, രക്തം ചിന്തുന്നവരെയും, വനഹ്നു നുസബ്ബിഹു ബിഹംദിക്, നിന്നെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിനക്ക് തസ്ബീഹ് ചെയ്യുന്നുണ്ട്. വനുഖദ്ദിസുലക, നിന്നെ തഖ്ദീസും ചെയ്യുന്നു, തഖ്ദീസ് പരിശുദ്ധപ്പെടുത്തുന്നുണ്ട്. ഖാല, അവൻ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തത് ആരറിയുന്നുണ്ട്? ഞാൻ അറിയുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് റബ്ബും മലക്കുകളും തമ്മിൽ നടന്ന സംഭാഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും, മനുഷ്യരെവിടെയാണ് സൃഷ്ടിച്ചത്, എന്തിനാണ് സൃഷ്ടിച്ചത്, ഭൂമിയിലേക്ക് ആട്ടി വിട്ടാണോ അല്ല ഭൂമി തന്നെ സൃഷ്ടിച്ചാണോ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഈ പദത്തിൽ നിന്നാണ്, ഈ ഖലീഫ എന്ന പദത്തിൽ പിന്നെ ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഖലീഫ എന്നുള്ള പദം നമ്മളറിയാം,
നമ്മൾക്ക് എന്തായാലും അറിയാം, ഒരു വണ്ടീൻ്റെ പിന്നിൽ തട്ടിയാൽ എന്താ അവർ എഴുതുക? ഖൽഫ് എന്ന വണ്ടീൻ്റെ പിന്നിൽ പറയും അല്ലേ. നമ്മൾ ഇവിടെ എന്താ ബാക്കിൽ നിന്ന് എന്താ ഉപയോഗിക്കൽ? നമ്മൾ സാധാരണ ഖിദ്ദാം എന്നൊക്കെ പറയൂലേ. ഖിദ്ദാം എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഖൽഫ്. ശരിക്കും വറ, ഖൽഫ്. നമ്മൾ വറ എന്നൊക്കെ പറയും. പക്ഷേ ഈ എഴുതി വെക്കുമ്പോഴൊക്കെ അവർക്ക് ഉപയോഗിക്കൽ അധികം എന്താണ്? ഖൽഫ് സയ്യാറ എന്നതിൻ്റെ പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത്. വറ വെച്ചാൽ ബാക്കിൽ ഒന്നിനാണ് എന്ത് പറയുക, ശരിക്കും വറ എന്നൊക്കെ സൂചിപ്പിക്കാറുള്ളത്. അഥവാ ഖുദ്ദാം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ്, മുമ്പുള്ളതിൻ്റെ ബാക്ക്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് ഖൽഫ് എന്ന പദം. അതിൽ നിന്നാണ് എന്ത് വന്നത്? ഖലീഫ. അതുകൊണ്ടാണ് പിൻഗാമി എന്നതിന് പറയപ്പെടുന്നത്. ആളുകൾ അങ്ങനെ അർത്ഥം വെക്കാറുണ്ട്. പിന്നെ ഖുലഫ എന്നൊക്കെ പിന്നെയും അതിനെപ്പറ്റി വേറെയും പറയലുണ്ട്. ഖലായിഫ് എന്നുള്ള പിന്നെ ബഹുവചനം പറയലുണ്ട്. ഖുലഫാവും ഖലായിഫുമാണ് ഖലീഫ എന്ന പദത്തിൻ്റെ ബഹുവചനം. ഇതാണ് ഈ ആയത്തിൽ ചർച്ച ചെയ്യുന്നത്. എന്താണ്? കുറേ അർത്ഥങ്ങൾ നിങ്ങൾക്ക് കാണാം. പിന്നെ എത്ര പേജുണ്ട്? 2, 3, 4 പേജോളം ഈ ഒരു പദം വന്ന കാരണത്താലാണ് ഈ ആയത്തിന് ഈ ഒരു ഖലീഫ എന്ന പദം വന്നതുകൊണ്ട് 4 പേജോളം വിശദീകരിക്കേണ്ടി വന്നു. പല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾ അമാനി മൗലവി ശേഖരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഭൂരിഭാഗം മുഫസ്സിരീങ്ങൾ യോജിക്കുന്നതും ഖുർആനിനോടും സുന്നത്തിനോടും ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയും ഇബ്നു ജരീറും അഹ്ലുസുന്നയുടെ മുഫസ്സിരീങ്ങളൊക്കെ ഏകോപിച്ചെടുത്ത അഭിപ്രായമുണ്ട്. അതിലേക്കാണ് ഈ പദത്തെ നമ്മൾ ഉപയോഗിക്കുകയും ഉപയോഗിക്കേണ്ടത്. പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ ആയത്തിനെ പല ആധുനിക പണ്ഡിതന്മാരൊക്കെ അവർ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അവർക്ക് തോന്നിയ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ ഖലീഫെ എന്ന പദം. കാരണം ഇതിന് അർത്ഥങ്ങളുണ്ട്. പിൻഗാമി എന്നുള്ള അർത്ഥമുണ്ട്, പ്രതിനിധി എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഒരു തലമുറ കഴിഞ്ഞിട്ട് അടുത്ത തലമുറ വേറൊന്ന് വരിക, ഒരു സമൂഹം കഴിഞ്ഞിട്ട് അടുത്ത സമൂഹം വരിക, ഒരു വിഭാഗത്തിൻ്റെ ജീവിതം കഴിഞ്ഞിട്ട് അടുത്തൊരു വിഭാഗം വരിക. ഇതിനൊക്കെ എന്ത് പദം ഉപയോഗിക്കും? ഖലീഫ എന്നുള്ള പദം ഉപയോഗിക്കും. ഞാനത് ഈ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് സൂചിപ്പിച്ചതാണ്. നമ്മൾ പിന്നെ ഇവിടെ ഏറ്റവും മർമ്മമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്ന അഭിപ്രായം. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇബ്നു കസീറും ഇബ്നു ജരീറൊക്കെ ഉദ്ധരിക്കുന്നത്. അള്ളാഹു ഭൂമിയിൽ ഖലീഫയെ നിശ്ചയിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സമൂഹം കഴിഞ്ഞിട്ട് അടുത്ത സമൂഹം വരുന്ന ഒരു വിഭാഗം. അഥവാ ഒരു കാലഘട്ടം കഴിയുമ്പം ഒരു മനുഷ്യ സമൂഹം കഴിയല്ലോ, അടുത്ത തലമുറകളിലായിട്ട് വരുന്ന സ്വഭാവമാണ് ആർക്കുള്ളത്? മനുഷ്യർക്കുള്ളത്. അതാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ ഏകോപിച്ച് പറഞ്ഞ അഭിപ്രായം. അതിനാണ് ഖുർആനിലും സുന്നത്തിലും കൂടുതൽ തെളിവുകൾ കാണുന്നതും. മനുഷ്യരെക്കുറിച്ച് അല്ലാഹു തആല പല സന്ദർഭങ്ങളിലും പറഞ്ഞത് പിന്നെ വയജ്അലക്കും ഖുലഫാ അൽ അർള്, നിങ്ങളെ നാം ഭൂമിയിലേക്ക് എന്ത് ചെയ്യാണ്? പിൻഗാമി. ഈ മാറി മാറി വരുന്ന രീതിയിൽ, ഒന്ന് കഴിഞ്ഞാൽ അടുത്ത സമൂഹം വരുന്ന രീതിയിലാണ് നിങ്ങളെ നാം ഭൂമിയിൽ നിശ്ചയിച്ചത് എന്നടക്കമുള്ള പല പിന്നെ തഫ്സീർ ആയത്തുകളും ഇതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നുണ്ട് താനും. ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ രണ്ടാമത്, ഇവിടെ അള്ളാഹു ഭൂമിയിലേക്ക് ഖലീഫ എന്ന ഒരു വിഭാഗം, ഭൂമിയിൽ അല്ലാഹു തആല മാറി മാറി വരുന്ന സമുദായമാകുന്ന മനുഷ്യരെ സൃഷ്ടിക്കുന്ന സമയത്ത് അള്ളാഹ് അവിടെ പ്രയോഗിച്ചത് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഒരു ഖലീഫയെ ഒരാളെ നിശ്ചയിക്കുക എന്ന ആയത്തുകൾക്കും നമ്മൾക്ക് തോന്നുക. ശരിക്കും ആ സമയത്ത് ആരെ ഉണ്ടാക്കാനാണ് പോകുന്നത്? ആദമിനെ സൃഷ്ടിക്കാൻ വേണ്ടി പോകുകയാണ്. ഇത് ആദം നബിയെക്കുറിച്ചാണോ? ഇനി അതല്ല, ആദം നബിയെക്കുറിച്ചാണെങ്കിൽ ഇത് യോജിക്കോ? അല്ലേ? അല്ലാഹു തആല ആദം നബിയെ ഉണ്ടാക്കുന്നതിനെ പറ്റി അഭിപ്രായമാണ് മലക്കുകളോട് ചോദിക്കുന്നതെങ്കിൽ മലക്കുകൾ അടുത്ത ചോദ്യം കേട്ടപ്പോൾ തന്നെ ചോദിച്ചത് എന്താണ്? ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കുന്നവനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആദം നബിയെക്കുറിച്ചായിരിക്കുമോ? നിങ്ങൾ പറ. ഭൂമിയിൽ രക്തം ചിന്തുന്ന, അതുപോലെ തന്നെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരാളാകുമോ ആദം നബി? ഒരിക്കലും അല്ലല്ലോ. അല്ലെ? അതിനെ വ്യാഖ്യാനം ചില ആളുകളൊക്കെ പറയുന്നു, ആ കുഴപ്പം ഇതുണ്ടാക്കുന്നത് പിന്നെ അള്ളാഹ് പറഞ്ഞത് ആദം നബിയെക്കുറിച്ച് തന്നെയാണ്. കുഴപ്പമുണ്ടാക്കുന്നതാകട്ടെ ആദം നബീൻ്റെ മക്കളെ പറ്റിയാണ്, അല്ലെങ്കിൽ ആദമിൻ്റെ സന്താനങ്ങളെ പറ്റിയാണ്. സന്താനങ്ങൾ വെച്ച് നമ്മളെടുക്കുന്ന മനുഷ്യ സമൂഹം അല്ലെങ്കിൽ ആദം നബിയുടെ മക്കളാണ്. ഇതും
ഈ അഭിപ്രായത്തിൽ നിന്ന് മാറി നിൽക്കും. കാരണം ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു ഭൂമിയിൽ തലമുറകളിലായിട്ട് മാറി 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 വരുന്ന ഒരു സമൂഹത്തെയാണ് നിശ്ചയിക്കാൻ പോകുന്നത് എന്നതാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു മലയാള പരിഭാഷയുടെ അഭിപ്രായമല്ല, അഹ്ലുസുന്നയുടെ ഞാൻ ഊന്നിപ്പറയാണ്, ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഖുർആനിനോടും സുന്നത്തിനോടും ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ആയത്തുകളും ഹദീസുകളും തെളിവ് പിടിച്ച് പറയുന്ന അഭിപ്രായമാണ് ഈ വിഷയം. ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ്, ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, എന്താണ് ഖലീഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ. എല്ലാവരും ഇല്ലേ? ബാക്കിയുള്ള ആൾക്ക് മനസ്സിലായില്ലേ? എന്താണെന്നറിയോ, ഖലീഫയെ കൊണ്ട് ഭൂമിയിൽ അള്ളാഹു ഒരു പിൻഗാമി ഉദ്ദേശിക്കും. ഈ പദത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ആണ് പെണ്ണൊക്കെ മനസ്സിലാക്കുക. ഈ ഖലീഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് കഴിവ് കേടുമ്പോൾ, ഒരു രാജാവുണ്ട് നാട്ടിൽ, ആ രാജാവ് ഒരു ഖലീഫയെ നിശ്ചയിക്കുക. എന്തിനാണ് നിശ്ചയിക്കുന്നത്? ഒന്നുകിൽ രാജാവ് മരിച്ചാൽ ഭരണം ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ രാജാവിൻ്റെ കഴിവ് കേട്, അല്ലെങ്കിൽ രാജാവ് ബഹുമാനിച്ചുകൊണ്ട്. ഇങ്ങനെ അള്ളാഹ് മരിക്കുന്നതോ അള്ളാഹ് പിൽക്കാലത്ത് ഇത് ഏൽപ്പിക്കുന്നതോ അള്ളാഹുവിൻ്റെ ഒരു കഴിവ് കേടുന്ന വിഷയം എവിടെ ഉണ്ടാകൂല? ഒരിക്കലും ഭൂമിയിൽ ഉണ്ടാകൂല. അതുകൊണ്ട് തന്നെ ആ ഖലീഫയുടെ ആ അർത്ഥം ഒരിക്കലും ഈ ആയത്തിന് എന്ത് ചെയ്യൂല? സ്യൂട്ടാകൂല. പിന്നെ അള്ളാഹുവിൻ്റെ പ്രതിനിധി എന്ന അർത്ഥം ഈ പദത്തിനുണ്ട്. അള്ളാഹുവിൻ്റെ ഹുക്കുമ് നടപ്പാക്കാൻ, അള്ളാഹുവിൻ്റെ വിധി നടപ്പാക്കാൻ അള്ളാഹു ഭൂമിയിൽ പറഞ്ഞേക്കുന്ന അള്ളാഹുവിൻ്റെ പ്രതിനിധി. ഒരിക്കലും ഈ ആയത്തും മറ്റുള്ള ആയത്തുകളും ഇതും തമ്മിൽ എന്ത് ചെയ്യൂല? പൊരുത്തപ്പെടില്ല. ചില ആളുകൾ അങ്ങനെ വ്യാഖ്യാനിച്ചു. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ വിധി മാത്രമാണ് നടപ്പാക്കേണ്ടത് എന്ന്, എല്ലാത്തിലും അനുസരണം മുഴുവനും ആ നിലക്ക് റബ്ബിന് മാത്രമായിരിക്കണം എന്നും പറഞ്ഞ് വേറൊരു ദിശയിലേക്ക് എന്ത് ചെയ്യുന്നത്? ഇതിനെ അങ്ങോട്ടേക്ക് മാറുന്നത്. അതുകൊണ്ടാണ് അല്ലേ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഭരണം എന്ന് പറഞ്ഞിരുന്നവരുണ്ടല്ലോ. ഈ പദം അവർ തെളിവും ഉദ്ധരിച്ചിരുന്നു. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഖലീഫയെ നിശ്ചയിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു പ്രതിനിധിയെ ഭൂമിയിൽ നിശ്ചയിക്കുക. എന്തിനാണ് അള്ളാഹിൻ്റെ പ്രതിനിധി നിശ്ചയിക്കുന്നത്? പടച്ചോൻ്റെ നിയമങ്ങൾ നടപ്പാക്കാൻ. അതുകൊണ്ടാണ് മറ്റുള്ള ആളുകൾ കോടതിൻ്റെ നിയമത്തനുസരിച്ചാൽ കുഫ്രായി പോകും, അതുപോലെ തന്നെ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്താൽ കുഫ്രായി പോകും, ഇന്ന നിയമം അംഗീകരിച്ചാൽ കുഫ്രായി പോകും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പാടില്ല, ഇന്ന സ്ഥലത്ത് ഇന്നത് ചെയ്യാൻ പാടില്ല, ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അത് പാടില്ല എന്നൊക്കെ പറഞ്ഞും അതിനൊക്കെ പ്രചാരണം കൊടുത്ത ആളുകളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കാരണം പറയുന്നത്? എല്ലാം ഇന്നയാൾ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇന്നയാൾ സ്ഥാനാർത്ഥിയായി വോട്ട് ചെയ്തു ജയിപ്പിച്ചു, അയാൾക്ക് ഭരണം കിട്ടിയാൽ അള്ളാഹിൻ്റെ ഭരണം നടപ്പാക്കുമോ, അള്ളാഹിൻ്റെ നിയമം നടപ്പാക്കുമോ, സോണിയാഗാന്ധി ഖുർആൻ അനുസരിച്ച് വിധിക്കുമോ, കരുണാകരൻ ഖുർആൻ അനുസരിച്ച് വിധിക്കുമോ, ഹദീസ് അനുസരിച്ച് വിധിക്കുമോ? അത് കാരണം ഭൂമിയിൽ മനുഷ്യൻ്റെ ഉത്തരവാദിത്തം എന്താണ്? അള്ളാഹിൻ്റെ പ്രതിനിധിയാണ് ഭൂമിയിൽ മനുഷ്യൻ. അതുകൊണ്ട് അള്ളാഹിൻ്റെ ഹുക്കുമേ ഇവിടെ നടപ്പാക്കാൻ പാടുള്ളൂ, ഭൂമിയിൽ നടപ്പാക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയും. ആരാ പറയുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഗവൺമെൻറ് ശമ്പളമൊക്കെ മേടിക്കുന്നുണ്ടാവും ചിലപ്പോൾ ആൾക്കാർ. അതനുസരിച്ചിട്ട് 10 മണിക്ക് ഏതോ കരുണാകരൻ ഗവൺമെൻറ് ഉണ്ടാക്കിയായിരിക്കും ചിലപ്പോൾ 10 മണിക്ക് സ്കൂളിൻ്റെ ബെല്ലടിക്കണം. അപ്പോൾ 10 മണിക്ക് സ്കൂളെത്തി ആ നിയമമൊക്കെ അംഗീകരിച്ചിട്ട് എല്ലാ കാര്യവും പറഞ്ഞ് ശമ്പളം മേടിച്ചിട്ടായിരിക്കും ഈ നിയമം പറഞ്ഞത്. അത് പറഞ്ഞ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ശ്യാമളയെ ജയിപ്പിക്കണം, കുമാരനെ ജയിപ്പിക്കണം. എന്തിനാ ഈ സംഘടനയും അരിവാൾ ചുറ്റിക നക്ഷത്രം തമ്മിൽ ബന്ധം ഉണ്ടായിട്ട് കുമാരനെ ജയിപ്പിക്കണം എന്ന് വെച്ചാൽ കുമാരനെ ജയിപ്പിച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഹുക്കുമായിരിക്കും നടപ്പാക്കപ്പെടുക. ഖുർആനും ഹദീസും അനുസരിച്ചിട്ടായിരിക്കും ശ്യാമള ചേച്ചി വിധി നടപ്പാക്കുക, കുമാരേട്ടൻ വിധി നടപ്പാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാനോ ഊഹിക്കാനോ പറ്റാത്ത രീതിയിൽ പറഞ്ഞിരുന്നു. ആ നിലക്ക് ഇപ്പോൾ ലോകത്തോട് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. എന്തുകൊണ്ടാണെന്നറിയാം ഇത് പറയാൻ കാരണം? ഖുർആനിൻ്റെ പദത്തിന് അഹ്ലുസുന്ന ഉദ്ദേശിക്കാത്ത, അഹ്ലുസുന്ന നമ്മൾ വിചാരിക്കും നാട്ടിൽ പല സംഘടന ഉള്ളതുപോലെ ഏതോ ഒരു സംഘടനയുടെ പേരാണ്. അഹ്ലുസുന്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ കിതാബും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് മുസ്ലിം ലോകത്തിൽ പണ്ഡിതന്മാരുണ്ട്, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ. ആ നിലക്ക് നമ്മൾക്ക് ഖുർആനികയും ഖുർആനിൻ്റെ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ പഠിപ്പിക്കുന്ന വിഭാഗം അല്ലേ, അതനുസരിച്ച് ആ പണ്ഡിതന്മാർ പറയുന്ന അർത്ഥത്തിൽ നിന്ന് മാറി സ്വയം ഇഷ്ടപ്രകാരം തൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഖുർആനെ വ്യാഖ്യാനിക്കുമ്പോൾ വരുന്നൊരു തെറ്റാണത്. അതുകൊണ്ടാണ് ആ പദത്തെ അങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്. നിങ്ങൾ ഈ പേജുകൾ വിശദീകരണം വായിക്കണം, നമ്മൾക്ക് സാധിക്കുന്നത്ര മനസ്സിലാക്കും.
അതിൻ്റെ ഏറ്റവും ചുരുക്കാൻ ഞാൻ പറഞ്ഞത് ഖലീഫ എന്ന പദത്തിൻ്റെ അർത്ഥം തലമുറകളായിട്ട്, അല്ലെങ്കിൽ ഒരു സമൂഹം കഴിഞ്ഞ് അടുത്ത സമൂഹം വരും എന്ന രീതിയിൽ വരുന്നത് കൊണ്ടാണ് ആദമിനെ സൃഷ്ടിക്കുമ്പോൾ മലക്കുകളോട് ഖലീഫയെ ഭൂമിയിൽ ഞാൻ നിശ്ചയിക്കാൻ പോകുകയാണ് എന്ന് അള്ളാഹ് പറഞ്ഞത്. മനസ്സിലായല്ലോ? എന്നിട്ട് മലക്കുകൾ ചോദിക്കണം, ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കു ദിമാ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെയും അതുപോലെ തന്നെ രക്തം ചിന്തുന്നവരെ നീ പടച്ചവനെ സൃഷ്ടിക്കാൻ പോകുകയാണോ? ഞങ്ങളുണ്ടല്ലോ, വനുഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, നിന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ നിന്നെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്, സ്തുതിക്കുന്നതോടൊപ്പം തസ്ബീഹ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഞങ്ങൾ നിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും മലക്കുകൾ മനുഷ്യരെ സൃഷ്ടിക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ ഈ കുഴപ്പത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ കാരണം? അതിനും വ്യാഖ്യാനങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിനാണ് അതിൻ്റെ പൂർണ്ണാർത്ഥം. അള്ളാഹ് പഠിപ്പിച്ച് നമ്മൾക്ക് അറിയാൻ പറ്റൂ. അത് ഒന്ന് ഉദ്ദേശിക്കുന്നത്, ഭൂമിയിൽ മുമ്പ് ജിന്നുകളായിരുന്നു ഭൂമിയിൽ മുമ്പ് താമസിച്ചിരുന്നത്. അവരുടെ സ്വഭാവവും പെരുമാറ്റവും കണ്ടിട്ട് അതുപോലെ തന്നെയായിരിക്കും ഇവരും എന്ന ധാരണയിൽ മലക്കുകൾ പറഞ്ഞതായിരിക്കുമെന്നോ, മലക്കുകൾക്കൊരു പ്രത്യേകം അറിവുണ്ടായിട്ട് ആ നിലക്ക് പറഞ്ഞതായിരിക്കുമെന്നോ, ഇനി അതല്ല മനുഷ്യൻ്റെ അസ്തിത്വം കളിമണ്ണ അല്ലേ? മനുഷ്യൻ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്? കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കുന്ന ഒന്നിൻ്റെ സ്വഭാവം ഇതായിരിക്കും എന്ന് കരുതിയിട്ടോ എന്ന അറിവിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടോ ആയിരിക്കും മലക്കുകൾ ഇത് ചോദിക്കുന്നത്. അല്ലാഹു അഅലം. ഈ മൂന്നെണ്ണാണ് പറഞ്ഞത്. ഒന്നുകിൽ ഭൂമിയിൽ മുമ്പ് താമസിച്ച ജിന്നുകളുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നു, ഇനി അതല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കളിമണ്ണ് കൊണ്ടുണ്ടാക്കുമ്പോൾ ആ സ്വഭാവം ഇതിങ്ങനെയായിരിക്കുമെന്നും അവർക്ക് കിട്ടിയൊരു പ്രത്യേക അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായിരിക്കുമെന്നൊക്കെയുള്ള അഭിപ്രായം. അതുകൊണ്ടാണ് മലക്കുകൾ ചോദിക്കുന്നത്, പടച്ചോനെ നിന്നെ ആരാധിക്കാനാണെങ്കിൽ ഞങ്ങളുണ്ട്, എന്തിനാ നീ അവർ സൃഷ്ടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹ് കൊടുക്കുന്ന മറുപടി, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, ഞങ്ങൾ പടച്ചോൻ പറയാണ്, ഇന്നി അഅലമു, തീർച്ചയായും ഞാൻ അറിയുന്നു, മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തത്. ഇതാണ് അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന മറുപടി. എന്തുകൊണ്ട് അല്ലാഹു തആല നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണം മലക്കുകളെ തന്നെ പഠിപ്പിക്കുകയാണ്. വഅല്ലമ ആദമൽ അസ്മാ, വഅല്ലമ പഠിപ്പിച്ചു, ആദമ അവിടെ അല്ലമല്ലാഹു ആദം എന്നിട്ടോ, അള്ളാഹു ആദമിന് എന്ത് ചെയ്തു? പഠിപ്പിച്ചു. അതാണ് ഉദ്ദേശിക്കുന്നത്. വഅല്ലമ ആദമൽ അസ്മാ, അവൻ ആദമിന് പേരുകൾ പഠിപ്പിച്ചു. അസ്മാ എല്ലാവർക്കും അറിയല്ലേ? പേരുകൾ പഠിപ്പിച്ചു. കുല്ലഹ, എല്ലാം, അഥവാ ആ എന്തൊക്കെ കുറേ വസ്തുക്കളുടെ നാമങ്ങൾ അതൊക്കെ അള്ളാഹു ആദമിന് പഠിപ്പിച്ചു. സുമ്മ, എന്നിട്ട് അതെല്ലാം എന്ത് ചെയ്യുന്നു? സുമ്മ അറലഹും, അതൊക്കെ അവർക്ക് പ്രദർശിപ്പിച്ചു. അലൽ മലായിക, മലക്കുകൾക്ക് പ്രദർശിപ്പിച്ചു. പഠിപ്പിച്ച പേരുകൾ മുഴുവനും ആരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു? മലക്കുകൾക്ക് മുമ്പിൽ. എന്നിട്ട് ഫഖാല, അല്ലാഹ് പറഞ്ഞു, അംബിഊനി, നിങ്ങൾ എനിക്ക് അറിയിക്ക്, ബി അസ്മാഇ ഹഉലായി, ഈ നാമങ്ങളൊക്കെ, അഥവാ മലക്കുകളുടെ മുമ്പിൽ കാണിച്ചിട്ട് ഈ പേരുകളൊക്കെ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്ക്. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. മലക്കുകളെ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അള്ളാഹു ആദമിന് പഠിപ്പിച്ചു കൊടുത്ത പേരുകൾ, ആ വസ്തുക്കളുടെ പേരുകൾ മലക്കുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ട് ഇതൊക്കെ ഒന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ മലക്കുകളുടെ മറുപടി, ഖാലു, അവർ പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ, സുബ്ഹാനക്, നീ പരിശുദ്ധനാണ്, ലാ ഇൽമ ലനാ, ഞങ്ങൾക്കറിവില്ല പടച്ചവനെ, ഇല്ലാമാ അല്ലംതന, നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലാതെ, ഇന്നക, തീർച്ചയായും നീ, അന്ത, നീ, അൽ അലീം, എല്ലാം അറിയുന്നവനാണ്, എല്ലാം, അൽ ഹക്കീം, അഗാധജ്ഞാനിയുമാണ്. പടച്ചവനെ, നീ എല്ലാം അറിയുന്നവനാ, നീ ഹക്കീമുമാണ്, നീ അഗാധജ്ഞാനിയാണ്. ഇത് മലക്കുകൾ തിരിച്ചും പറഞ്ഞു. നിങ്ങൾ നോക്ക്, തൊട്ട് മുമ്പിൽ തായത്തിൽ അല്ലാഹ് പറയാണ്, നീ എന്തിനാ പടച്ചവനെ സൃഷ്ടിക്കുന്നത്? ഇവർ ഒരു കുഴപ്പമുണ്ടാക്കാൻ പോകുന്ന ആളുകളല്ലേ എന്ന് ചോദിക്കും. പടച്ചവൻ കൊടുത്ത മറുപടി, നിങ്ങൾ അറിയാത്ത എനിക്കറിയാം. അല്ലാഹ് അപ്പം തന്നെ അവരെ തിരിച്ചു പഠിപ്പിക്കുകയാണ്. കുറേ പേരുകൾ ആദമിനെ പഠിപ്പിച്ചിട്ട് ഇതെന്താന്ന് മലക്കുകളോട് പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവരെന്താ കൊടുത്ത മറുപടി? പടച്ചവൻ, ഒരിക്കലും ഞങ്ങൾക്ക് എന്ത് ചെയ്യൂല, ഇത് അറിയാൻ പറ്റില്ല, കാരണം നീ പഠിപ്പിച്ച അറിവേ ഞങ്ങൾക്കുള്ളൂ.
അപ്പം തന്നെ അള്ളാഹ് അവരെ ബോധ്യപ്പെടുത്തുക, ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിയാത്തത് ആർക്കറിയുമെന്ന്? എനിക്കറിയും, നിങ്ങൾക്കിതറിയില്ല. ആദമിന് എന്ത് ചെയ്യാൻ പറ്റി? ഇതറിയാൻ പറ്റി. അതാണ് അടുത്ത ആയത്ത്. ഇതും കൂടെ പറഞ്ഞ് ഞാൻ വിശദീകരിച്ചു തരാം. കാല, അള്ളാഹ് പറഞ്ഞു, യാ ആദം, ആദമേ, അംബിഉഹും, നീ അവരെ അറിയിക്ക്, അവർക്ക് എന്ത് ചെയ്തു? ഈ പറഞ്ഞു കൊടുക്ക്, ബി അസ്മാഇഹിം, ഈ വസ്തുക്കളുടെയൊക്കെ പേരുകൾ, നിന്നെ പഠിപ്പിച്ച ഈ വസ്തുക്കളുടെ നാമങ്ങൾ മുഴുവൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കൂ, അറിയിച്ചു കൊടുക്കൂ. ഫലമ്മ അംബഅഹും, അങ്ങനെ അദ്ദേഹം അവർക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ, ബി അസ്മാഇഹിം, എല്ലാത്തിൻ്റെയും പേരുകൾ, കാല, അവൻ പറഞ്ഞു, അഥവാ റബ്ബ് പറഞ്ഞു. ആരോട്? മലക്കുകളോട് കേട്ടോ. അലം അഖുല്ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നി അഅലമു, തീർച്ചയായും ഞാൻ അറിയും, ഗൈബസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലെയും ഭൂമിയിലെയും രഹസ്യങ്ങൾ, അഥവാ ഗൈബ്, അദൃശ്യമായത് ഞാൻ അറിയുമെന്ന്. വ അഅലമു, ഞാൻ അറിയുന്നു, മാ തുബ്ദൂന, നിങ്ങൾ പിന്നെ വെളിവാക്കുന്ന കാര്യങ്ങൾ, വമാ കുന്തും തക്തുമൂൻ, കത്തമച്ച മറക്കുക എന്ന്, നിങ്ങൾ മറക്കുന്നതും. ഇതാണ് അള്ളാഹു മലക്കുകളോട് കൊടുത്ത മറുപടി. അഥവാ മലക്കുകൾ തോറ്റ്, പേര് പറയാൻ പറ്റിയില്ല. ഇതൊക്കെ നടന്നൊരു സംഭവമായിട്ട്, ഒരു കഥ പറയല്ലേ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് നടന്ന സംഭവങ്ങളെപ്പറ്റി പറയാണ്. അഥവാ ആദമിന് പേരുകൾ പഠിപ്പിച്ചു, മലക്കുകളോട് ചോദിച്ചു, അവർ പറഞ്ഞു, അവരോട് അള്ളാഹ് പറഞ്ഞു, പേര് പറഞ്ഞതാ. അവരെന്താ പറഞ്ഞത്? സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന, പഠിച്ചോ നീ പരിശുദ്ധനാ, നീ പഠിപ്പിച്ചതല്ലാത്ത ഒരറിവ് ഞങ്ങൾക്കില്ല. അപ്പം തന്നെ അള്ളാഹ് ആദമിനോട് പറയാണ്, ആദമേ ഈ പേരൊക്കെ പറ. എല്ലാ പേരും ആര് പറഞ്ഞു കൊടുത്തു? ആദം പറഞ്ഞു കൊടുത്തു. മലക്കുകൾക്ക് അറിയാത്തതാണ് ഇപ്പോൾ ആര് പറഞ്ഞു കൊടുക്കുന്നത്? ആദം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴാണ് അള്ളാഹ് പറയുന്നത്, ഞാൻ മലക്കുകളെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ആകാശങ്ങളിലെയും ഭൂമിയിലെയും ഗൈബ് അറിയുന്നവനാ ഞാൻ. നിങ്ങൾ ഉറക്കെ പറയുന്നതും വെളിവാക്കി പറയുന്നതും നിങ്ങൾ മറച്ചു പിടിക്കുന്നതും ആരറിയും? ഞാൻ അറിയും. അതുകൊണ്ട് ആ സമയത്ത് തന്നെ മലക്കുകൾക്ക് അവരുടെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുത്തു. തെറ്റല്ല, അവർ പറഞ്ഞ പദപ്രയോഗം ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയട്ടോ. നമ്മൾ വിചാരിക്കും ഇപ്പോൾ മലക്കുകൾ ഇതൊക്കെ അള്ളാഹ് മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങളാണ്. അള്ളാഹ് യുക്തിവാദികൾ ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കരുത്. അള്ളാഹ് മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. എന്ത്? ഇങ്ങനെ സൃഷ്ടിക്കും, ഇങ്ങനെ പേരുകൾ പഠിപ്പിക്കും, മലക്കുകൾ ചോദിക്കും, ഒരു കാരണങ്ങൾ അള്ളാഹ് ഉണ്ടാക്കുക. ആ നിലക്ക് അള്ളാഹു തആല മലക്കുകൾക്ക് മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്തു? അവിടെ പിന്നെ ആദമിനെ കൊണ്ട് പറയിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു. അള്ളാഹ് ശരിക്കും ഒരു വിഷയത്തിൽ ഒരു മുഷാവറ നടത്തുന്ന രംഗം പോലും ഈ പണ്ഡിതന്മാരിൽ നിന്ന് ഫഹം ചെയ്തെടുത്തിട്ടുണ്ട്. അത് നേരിട്ട് അങ്ങോട്ട് പറയിപ്പിക്കുകയല്ല. മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ ആരോടൊക്കെ കൂടിയാലോചിക്കുന്നുണ്ട്? മലക്കുകളോട് പോലും കൂടിയാലോചിക്കുന്നുണ്ട്. അഭിപ്രായം ആരായുന്നുണ്ട്. അഭിപ്രായം കേട്ടപ്പോൾ ആ അഭിപ്രായത്തെ, മലക്കുകളുടെ അഭിപ്രായം എങ്ങനെ തിരുത്തി കൊടുക്കാമെന്ന് പോലും അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തരിക. ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നത വരുമ്പോൾ അള്ളാഹു മലക്കുകൾ രക്തം ചിന്തുക, കുഴപ്പമുണ്ടാക്കുക എന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ എങ്ങനെയാണ് മനുഷ്യർക്ക് മലക്കുകളെക്കാൾ, അതല്ലെങ്കിൽ മലക്കുകൾ ഈ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പേര് പഠിപ്പിച്ചിട്ട് കിട്ടാത്തപ്പം ആദമിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ട് മലക്കുകൾക്ക് തങ്ങൾ പറഞ്ഞത് അബദ്ധാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവർ കുറ്റം കിട്ടുന്നൊരു കാര്യം പറഞ്ഞല്ല, അള്ളാഹ് പറഞ്ഞതേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പറയാൻ പറ്റൂ. ശരിക്കും അള്ളാഹു തആല അവിടെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ കാര്യവും എന്ത് ചെയ്യാണ്? അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് ആ മലക്കുകളോട് ആ സമയത്ത് പറയാം. ആ നേരത്ത് അള്ളാഹ് പറയാണ്, വ ഇത് ഖുൽന, നാം പറഞ്ഞു, ലിൽ മലായിക്ക, മലക്കുകളോട്, നാം മലക്കുകളോട്, വ ഇത് ഖുൽന ലിൽ മലായിക്ക, നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, ഉസ്ജുദു ലി ആദം, ആദമിന് നിങ്ങൾ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. ഇന്ന് നിങ്ങൾ കേട്ട് പഠിക്കുന്ന ആയത്തുകൾ ഇച്ചിരി പിന്നെ സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് പഠിക്കാൻ അത്ര പെട്ടെന്ന് കഴിയാത്ത കേട്ടോ. ഖലീഫ എന്നുള്ള വിശദീകരണം, ഇവിടെ ഇപ്പോൾ സുജൂദ് എന്നുള്ള വിശദീകരണം, ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ട് പഠിച്ച് പോയിട്ടുണ്ടാവും. ഇപ്പം മലക്കുകളോട് എന്താ രണ്ടാമത് പറയുന്നത്? ആദമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ. ഫസജദൂ, അവരെല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. അബ, അവൻ വിസമ്മതിച്ചു. വസ്തക്ബറ, കിബർ കാണിച്ചു. വകാന മിനൽ കാഫിരീൻ, അവൻ ആരായിരുന്നു? അവൻ കാഫിറുകളിൽപ്പെട്ടവനാകുന്നു.
ഇവിടെയും നിങ്ങൾ നോക്കിയേ, നിങ്ങൾ എൻ്റെ കൂടെ നമ്മളെ ഭാഷയിലാണ് പറയുന്നത്. സുജൂദ് ചെയ്യാൻ വേണ്ടി പറയാം. എന്താ സുജൂദ് എന്ന് പറഞ്ഞാൽ? ഒന്ന് പറഞ്ഞൊക്കെ ഒന്ന് ഉറക്കെ. സട്ടങ്ങ് നമ്മിക്കല്ലേ, തല കുനിക്കുക, കീഴൊതുങ്ങിയിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കുക. പല നിലക്കുള്ള അർത്ഥമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉറപ്പായിരിക്കും ഈ എല്ലാ ഭാഗവും വരുന്നതാണ്. നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ നെറ്റിത്തടങ്ങ് നിലത്ത് തട്ടുക എന്ന് പറഞ്ഞാൽ അതിനോളം വലിയൊരു കീഴ്വണക്കമില്ല, ഇല്ലല്ലോ. അതാണ് സുജൂദ്. ആ സുജൂദായിരിക്കുമോ ആദമിൻ്റെ മുമ്പിൽ വെച്ച് മലക്കുകൾ ചെയ്തത്? ഒരിക്കലുമല്ല. ആ സുജൂദ് അത് ആർക്ക് മാത്രമായിരിക്കും? അള്ളാഹുവിന് വേണ്ടി മാത്രം. നമ്മൾ മനസ്സിലാക്കണം, സുജൂദ് ഇപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ അല്ലേ, ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് യൂസുഫ് നബിയുടെ ഉപ്പയും സഹോദരങ്ങളൊക്കെ വന്നല്ലോ. ആ കഥ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. യൂസുഫ് നബീനെ ജ്യേഷ്ഠന്മാർ കിണറ്റിലിട്ടു. അവസാനം മിസ്രത്തെ ഭക്ഷ്യവകുപ്പ് ചുമതലയേൽക്കുന്ന ആളായിട്ട് ആര് മാറി? യൂസുഫ് നബി മാറി. മറ്റൊരു സഹോദരനെയും കൂടെ തൻ്റെ കൂടെ താമസിപ്പിച്ചു. എന്നിട്ട് അവസാനം അതേ ജ്യേഷ്ഠന്മാരോട് തന്നെ പറഞ്ഞു, ഞാൻ യൂസുഫാണ് അല്ലേ. അവർ ചോദിക്കുന്നു, നീ യൂസുഫാണോ? അതെ. ആന യൂസുഫ് ഹാദ അഹി, ഞാൻ യൂസുഫാണ്, ഇതെൻ്റെ സഹോദരനുമാണ്. നിങ്ങൾ എന്നെ ചെയ്ത ദ്രോഹങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്ന് പറഞ്ഞു, പൊരുത്തപ്പെട്ടു കൊടുത്തു. യൂസുഫ് നബി ബാപ്പാക്ക് പറഞ്ഞു, ഈ കുപ്പായം ബാപ്പാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആ കുപ്പായം കൊണ്ട് യാത്രാസംഘം വരുമ്പോൾ തന്നെ എനിക്ക് യൂസുഫിൻ്റെ മണം വരുന്നു എന്ന് പറഞ്ഞു. കുപ്പായം ബാപ്പാൻ്റെ മുഖത്തിട്ടപ്പം ബാപ്പാൻ്റെ സങ്കടം കൊണ്ട് 2 മക്കൾ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് കണ്ണിന് അന്ധത ബാധിച്ചിരുന്നു. അതൊക്കെ കണ്ണിനൊക്കെ കാഴ്ച വന്നു. കുടുംബം മുഴുവൻ മിസ്രത്തേക്ക് വന്നു. എല്ലാവരും യൂസുഫ് നബീൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലേ? സുജൂദ് ചെയ്തു എന്നതാണ് ഖുർആൻ്റെ ആയത്ത്. യൂസുഫ് നബി പണ്ടൊരു സ്വപ്നം കണ്ടിരുന്നു അല്ലേ. 11 കൗകബൻ വശംസ് വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. 11 നക്ഷത്രങ്ങൾ അല്ലേ, കൗകബ് നക്ഷത്രങ്ങൾ, സൂര്യനും ചന്ദ്രനും എന്ത് ചെയ്തു? ഞാനതിനെ കാണുകയാണ്. ലി സാജിദീൻ, എനിക്ക് എന്ത് ചെയ്യുന്നു? സുജൂദ് ചെയ്യുന്നു. ആ സുജൂദ് പൂർത്തിയാക്കുകയാണ്. അതും നമ്മൾ ചെയ്ത പോലത്തെ സുജൂദല്ല, പേരിലാണ് ഇതൊക്കെ സുജൂദ് വരുന്നത്. സാക്ഷാൽ സുജൂദ് ആർക്ക് മാത്രമായിരിക്കണം? അള്ളാഹുവിന് മാത്രമായിരിക്കണം. അതുകൊണ്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും, ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ, ഭാര്യയോട് ഭർത്താവിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറയായിരുന്നു? സുജൂദ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. കാരണം അങ്ങനത്തെ കടമയുണ്ട് എന്നാണ് അർത്ഥം. പക്ഷെ ആ സുജൂദ് ആർക്ക് മാത്രമേ പാടുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. പിന്നെ ഇതൊക്കെ എന്താണ്? ഭാഷാപരമായിട്ട് സുജൂദ് എന്ന് പറയും. പ്രത്യേകിച്ച് മലക്കുകൾ നമ്മളെപ്പോലത്തെ സൃഷ്ടികളല്ല, നമ്മളെപ്പോലത്തെ സ്വഭാവക്കാരുമല്ല, നമ്മളെപ്പോലെ തിന്നുന്നവരും കുടിക്കുന്നവരുമല്ല. അള്ളാഹ് എന്ത് പറയുന്നു അത് മാത്രം ചെയ്യുന്നവരാ. അപ്പോൾ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് അധികം തർക്കിക്കാനോ ചോദ്യം ചെയ്യാനോ അല്ല പോകേണ്ടത് അല്ലേ. പിന്നെ ഒരു പണ്ഡിതനോട് ഒരാൾ ചോദ്യം ചോദിച്ചിരുന്നു, എങ്ങനത്തെ സുജൂദാണ്? ആ പണ്ഡിത എടുത്തടി കുത്തരം ലഷ്ഫീക്കിന്ത, എന്താ നിനക്ക് ഈ വിഷയത്തിൽ കാര്യം? മലക്കളുടെ സുജൂദിനെ പറ്റി അന്വേഷിച്ചാൽ അത് നമ്മളെ അറിവിപ്പെട്ടാണോ? നമ്മളെ സ്വർഗം കിട്ടുന്ന കാര്യത്തിൽപ്പെട്ടതല്ല. അള്ളാഹു എന്ത് പറഞ്ഞോ നമ്മളതിൽ വിശ്വസിക്കുക. ഇതിൻ്റെ പിന്നാലെ പോയിട്ട് ഒരാഴ്ച ഇത് പഠിക്കാൻ, ഒരാഴ്ച ഇങ്ങനത്തെ കെട്ടിക്കൊടുക്കുള്ള കാര്യങ്ങൾ പഠിക്കാൻ മാത്രം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും അല്ലേ. മുമ്പ് ഞാൻ പറഞ്ഞില്ല, മുമ്പ് ഇവിടെ നിന്ന് ഒരാൾ ചോദ്യം ചോദിച്ചിരുന്നു. തമാമത്തെ ഒരാൾ ഫോണിൽ കൂടി ചോദിച്ചാണ്, ഇബ്രാഹിം നബി പിന്നെ ഇസ്മായിൽ നബീനെ അറക്കാൻ വേണ്ടി പോയപ്പോൾ അള്ളാഹു താല ആടിനെ ഇറക്കി കൊടുത്തു. ഖുർആനിലുണ്ടല്ലോ അല്ലേ. ആ ആടിനെ അറുത്തപ്പോൾ ഇബ്രാഹിം നബി അതിൻ്റെ ഇറച്ചിയായിരിക്കാം കൊടുത്തത്. ഒരു ചോദ്യമാണത്. അത് കിസ് പ്രോഗ്രാമായിട്ട് വന്നതാ. അതിന് ഉത്തരം കൊടുക്കുക. നിങ്ങൾ നോക്കിയേ ഓരോ മനുഷ്യന്മാരുടെ രീതി. അതുപോലെ ഈ സുജൂദ് എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും, എത്ര മലക്കുകൾ സുജൂദിട്ടുണ്ടാവും? നമ്മൾ ഇത്തരം വിഷയത്തിൽ എന്ത് ചെയ്യരുത്, പോകരുത്. ഇത് നമ്മൾ അള്ളാഹ് പറഞ്ഞു സുജൂദ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് വിശ്വസിക്കുക. ഹലാസ് കഴിഞ്ഞു. നമ്മൾ വേഗം എന്ത് ചെയ്യുക? സ്കാത്തിൽ നമ്മൾ അറിഞ്ഞൂടാത്ത കാര്യം പഠിക്കുക. അതൊന്നും പഠിക്കൂല, അതിനൊന്നിട്ട് താല്പര്യം ഉണ്ടാവില്ല. ഈ ജാതിൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അതങ്ങനെ കണ്ട് തീർന്നു പോവുക ചെയ്യുക. ഇവിടെ അള്ളാഹു എന്ത് ചെയ്തു എന്നറിയോ? മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും സുജൂദ് ചെയ്തു. പക്ഷെ ആര് ചെയ്തില്ല? ഇല്ല, ഇബ്ലീസ് ചെയ്തില്ല. ഇത് ദുർവ്യാഖ്യാനിക്കുന്നുണ്ട് ചില ആൾക്കാർ. എന്താണെന്നറിയോ? നമ്മളെല്ലാവരോടും പറയലുണ്ട്, ജനങ്ങളെ നിങ്ങൾ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, വേറെ ഒരാളോടും എന്ത് ചെയ്യരുത്, പ്രാർത്ഥിക്കാൻ പാടില്ല. അതന്നെയല്ലേ മുസ്ലിങ്ങളെല്ലാവരും പറയുന്നത്. പക്ഷേ ഒരു പുസ്തകത്തിൽ ഒരാൾ എഴുതി വെക്കുകയാണ്, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് സാക്ഷാൽ ഇബ്ലീസിൻ്റെ പ്രമേയമാണ്. നിങ്ങൾ നോക്കിയേ, എന്താ ഉദാഹരണം? അള്ളാഹു എല്ലാ മലക്കുകളോടും സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇബ്ലീസ് പറഞ്ഞു സുജൂദ് അള്ളാഹ്ക്ക് മാത്രം അല്ലേ.
ഈ ആയത്ത് പറയുക, ഞാൻ മലക്കുകൾക്കൊന്നും, ഞാൻ ആദമിന് സുജൂദ് ചെയ്യൂല, കാരണം സുജൂദ് ആർക്ക് മാത്ര? അള്ളാഹ്ക്ക് മാത്രം. അതുപോലെയാണ് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്, സുജൂദ് അള്ളാഹ്ക്ക് മാത്രം എന്ന് പറഞ്ഞ ഇബ്ലീസിൻ്റെ വാദം പോലെയാണ് പ്രാർത്ഥന അള്ളാഹ്ക്ക് മാത്രം എന്നുള്ളത്. എല്ലാവരോടും പ്രാർത്ഥിക്കണം. നമ്മൾ നോക്കിയ ഒരു വിഡ്ഢിത്തം നോക്കിയേ. ഒരിക്കലും ഇബ്ലീസ് എന്ത് പറഞ്ഞിട്ടില്ല? ഞാൻ ആദമിന് സുജൂദ് ചെയ്യൂല, ഞാൻ പഠിച്ചോനെ നിനക്കേ സുജൂദ് ചെയ്യുന്ന അള്ളാഹ് പറഞ്ഞു, ഇബ്ലീസ് പറഞ്ഞിട്ടില്ല. ഇബ്ലീസ് എന്താ പറഞ്ഞത്? വേറെ ആയത്തിൽ കാണാം, തീനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യോ? ഇതാണ് ഇബ്ലീസ് ചോദിച്ചത്. എന്താ ചോദിച്ചത്? ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാ, ആദമോ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാ. അതുകൊണ്ട് ആദമിനേക്കാൾ ഹുങ്കും അഹങ്കാരം ആർക്കുണ്ട്? എനിക്കുണ്ട്. അതുകൊണ്ട് അള്ളാഹ് ഇവിടെ എന്ത് പറഞ്ഞെന്നറിയൂ? ചുരുക്കത്ത് ഇബ്ലീസ് വിസമ്മതിച്ചു. അല്ല, അത് മാത്രമല്ല, വസ്തക്ബറ, എന്ത് കാണിച്ചു? കിബ്ർ കാണിച്ചു. ഇബ്ലീസ് ശപിക്കപ്പെടാനുള്ളൊരു കാരണം എന്തുകൊണ്ടാ? കിബ്ർ കാണിച്ചു. അതുകൊണ്ടാ കിബ്ർ അള്ളാഹ് തന്നെ പറഞ്ഞില്ലേ, കിബ്ർ എൻ്റെ തട്ടമാണ്, കിബ്ർ എൻ്റെ തട്ടാ. ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ എൻ്റെ അത് എൻ്റെ തട്ട, അതിനെ തൊട്ട് കഴിഞ്ഞാൽ അവനെ നരകത്തിലേക്ക് പിടിച്ച് വലിച്ചെറിയും. ഇതാണ് അള്ളാഹ് പറഞ്ഞത്. ഒരു അണുത്തൂക്കം പോലും എന്തുണ്ടാകരുത്? കിബ്ർ ഉണ്ടാകരുത്. ഇതാണ് സഹോദരങ്ങളെ ഇബ്ലീസ് ആ നേരത്തെ പറഞ്ഞത്. അല്ലാതെ ഇബ്ലീസ് തൗഹീദിൻ്റെ ആളായിട്ട് ഞാൻ സുജൂദ് അള്ളാഹ് മാത്രം എന്ന് പറയും. മലയാളത്തിൽ ഇന്നുണ്ട് കേട്ടോ ആ പുസ്തകം, വഴി പിരിഞ്ഞവർക്ക് എന്ത് പറ്റിയെന്നൊരു പുസ്തകത്തിൽ നിങ്ങൾ കാണാതെ. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. എല്ലാവരും അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള സുജൂദ് ചെയ്തു. ഇനി ഇബ്ലീസിനെ പറ്റി നമ്മൾ ചിലപ്പോൾ കേൾക്കലുണ്ട്. ഇബ്ലീസും പിന്നെ അന്ന് വരെ ഇബ്ലീസ് മലക്കായിരുന്നു. നിങ്ങൾ കേൾക്കലുണ്ടല്ലേ? കേൾക്കില്ല അങ്ങനെ? ഇബ്ലീസ് അതുവരെ മലക്കായിരുന്നു. സുജൂദ് മലക്കുകളുടെ കൂട്ടത്തിൽ പിന്നെ രാജാവായിരുന്നു എന്നൊക്കെ പറയലുണ്ട് അല്ലേ? മലക്കുകൾ വലിയ ഉസ്താദായിരുന്നു. എന്നിട്ട് സുജൂദ് ചെയ്യാത്തപ്പോൾ അള്ളാഹ് മാറ്റി ഇങ്ങനത്തെ സൃഷ്ടിയാക്കുക. അങ്ങനെയൊന്നുമല്ല. ഇബ്ലീസ് ആര് തന്നെയാണ്? കാനമിനൽ ജിന്നി. ആരുപ്പെട്ടതാണ്? ജിന്നിപ്പെട്ടതാണ്. പിന്നെ അതുവരെ എന്ത് ചെയ്യുന്നുണ്ട്? മലക്കുകളുടെ കൂട്ടത്തിലൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. ഈ കിബ്ർ വന്നപ്പോൾ എന്ത് ചെയ്യാണ്? മാറ്റാണ്. അള്ളാഹു ഇബ്ലീസ് ശപിക്കപ്പെടാനും കാലാകാലം മനുഷ്യർക്ക് എതിരാകാനും അള്ളാഹു ഒരു കാരണമായിത്തീരുന്നു. അതുകൊണ്ടാണ് അവസാനം എന്ത് പറഞ്ഞത്? വകാന മിനൽ കാഫിരീൻ, അവൻ കാഫിറുകളിൽ പെട്ടവനാകുന്നു, അവൻ കാഫിറായിത്തീർന്നു എന്നും, അതുപോലെ തന്നെ പിന്നെ അവൻ പണ്ടേ ഈ സ്വഭാവമുള്ളത് കൊണ്ട് പണ്ടെന്നെ അവൻ കാഫിര്യങ്ങളിൽ പെട്ടവനാകുന്നു എന്നും രണ്ടർത്ഥം വെച്ചാലും കുഴപ്പമില്ല. അതുവരെ ഈ സ്വഭാവങ്ങളൊന്നും ഇല്ലാതെ മലക്കുകളൊക്കെ കൂടെ ജീവിച്ചിട്ട് അതിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് സുജൂദ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അവൻ കിബ്ർ കാണിച്ചു. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണിനെ കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ കാഫിറായിത്തീർന്നു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പണ്ട് അവൻ്റെ ഒരു പര്യവസാനം, അവൻ കാഫിറായിട്ട് അവസാനം ഉണ്ടാകും. ഇബ്ലീസ് അവസാനം എവിടെ ഉണ്ടാകുക? നരകത്തിലാണ് ഉണ്ടാകുക. എന്നതുകൊണ്ടും ഈ രണ്ടർത്ഥം വെച്ചാലും വകാന മിനൽ കാഫിരീൻ എന്നതിന് പ്രത്യേകമായിട്ട് തെറ്റില്ല. നമ്മൾ പിന്നെ ഇബ്ലീസിനെ പറ്റി ഈ സൂറത്തുൽ കഹ്ഫ് അതിൽ അള്ളാഹു തആല വ്യക്തമായിട്ട് പറയുന്നത് കാന മിനൽ ജിന്നി. ഇബ്ലീസ് ആരിൽപ്പെട്ടതാ? ജിന്നിപ്പെട്ടതാ. അതുപോലെ തന്നെ ഇബ്ലീസ് സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാ? തീ കൊണ്ടാ. അതുകൊണ്ട് തന്നെയാണ് ഇത് മലക്കിൽപ്പെട്ടതല്ല. മലക്കുകളെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാ? പ്രകാശം കൊണ്ടാ. പ്രകടമാണ്, ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും വ്യക്തമാണ്. ഡൗട്ട് ഉണ്ടെന്നെങ്കിലും നിങ്ങൾക്ക് ഈ ആയത്തുകളൊക്കെ ഓതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. സുജൂദിൻ്റെ വിഷയത്തിൽ ഡൗട്ടുണ്ടോ? തന്നെ മാഷാ അല്ലാഹ്, നല്ല ചോദ്യം. മലക്കുകളോട് സുജൂദ് ചെയ്യാനല്ലേ പറഞ്ഞത്? അങ്ങനെയൊന്ന് മലക്കിൽപ്പെട്ടതല്ലെങ്കിൽ എന്തിനാ ഇബ്ലീസും? അതിനും പണ്ഡിതന്മാർ പറഞ്ഞു ഈ കൽപ്പന ആർക്കും കൊടുത്തിട്ടുണ്ടായിരിക്കാം, ഇബ്ലീസിനും അള്ളാഹ് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നതാണ് പണ്ഡിതന്മാർക്ക് അതിന് പറഞ്ഞത്. പക്ഷേ ഇബ്ലീസ് എന്ത് ചെയ്തു? കിബ്ർ കാണിച്ച് വിസമ്മതിച്ചു. നമ്മൾ അതിന്ന് ആ പോയിന്റ് എടുക്കേണ്ടത്. എങ്ങനെ സുജൂദ് എന്ന് പഠിക്കുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത്രയും വലിയ ശാപം ഇബ്ലീസിന് കിട്ടാൻ കാരണം ഇബ്ലീസ് എന്താ ചെയ്ത പണി? കിബ്ർ കാണിച്ചു എന്നുള്ളതാണ്. കിബ്ർ നമുക്ക് ഒരിക്കലും ഉണ്ടാകരുത്. പ്രത്യേകിച്ച് ഗൾഫുകാർക്ക് ഉണ്ടാകുന്ന ചെറിയൊരു അസുഖമാണിത്. അല്ലേ, പിന്നെ ഈ പാവപ്പെട്ട ഞാന്നൊക്കെ പറഞ്ഞിട്ട് പാവപ്പെട്ട കിബ്ർ വരെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് നമുക്ക് ഉണ്ടാകരുത്. കിബ്ർ കാണിച്ച ഫിർഔൻ അല്ലാഹു തആല എങ്ങനെയാ, അല്ലേ, മൂസ നീ ഒരു ആൾക്കാരോട് ഒരു കോണി കൊണ്ടുതാ, ഞാൻ മൂസാൻ്റെ റബ്ബിനെ ഒന്ന് എത്തി നോക്കട്ടെ. കിബ്റിൻ്റെ അങ്ങേത്ര നോക്കിയാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയായ ഫിറോൻ പറയാം ഞാനൊന്ന് എത്തി നോക്കട്ടെ. എന്താ കൊടുത്ത ശിക്ഷ?
കടലുണ്ട് മുക്കി കൊല്ലുക. ഞാൻ നിന്റെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചു എന്ന് പറയിപ്പിച്ചു ഫിറോവിനെ കൊണ്ട് അവസാനം. പക്ഷെ അത് സ്വീകരിച്ചിട്ടില്ല. കാറൂൻ, എല്ലാവരും പറഞ്ഞു കാറൂനെ ഇതുകൊണ്ട് അഹങ്കരിക്കല്ലേ. അപ്പോൾ കാറൂൻ എന്താ പറഞ്ഞത്? ഇതൊക്കെ എൻ്റെ അറിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം. നമ്മളൊക്കെ പറയില്ലേ ഇതൊക്കെ എൻ്റെ ബുദ്ധി കൊണ്ടാണ് അല്ലേ? ചില പൊട്ടന്മാരൊക്കെ അങ്ങനെ ചെയ്യും. ആ ആചാരോട് ഒരു ഉറുപ്പ്യ വാങ്ങും, എന്നിട്ട് കച്ചവടം തുടങ്ങും. എന്തിനാ? അയാൾ ഉറുപ്പ്യ കൊണ്ട് കച്ചവടം തുടങ്ങിയാൽ ഭയങ്കര ബർക്കത്തെന്നൊക്കെ വിശ്വാസം അല്ലെ? അയാൾ തൊട്ടതൊക്കെ പൊന്നാക്കുന്നല്ല, എല്ലാ കച്ചവടം അയാൾ വിജയിപ്പിക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ എൻ്റെ അറിവാ, എൻ്റെ കഴിവാ, എൻ്റെ ബുദ്ധിയാ എന്നൊക്കെ പറയും. ഈ കിബിർ നമുക്കുണ്ടായാൽ കാറൂൻ എന്താ കൊടുത്തത്? ഭൂമിയിലേക്ക് ചവിട്ടിത്താത്തി. ഭൂമിക്ക് അടിയിലാ കിബറന്മാർക്ക് എപ്പോഴും നല്ലത്. നമുക്ക് പൈസ വരുന്തോറും ഈ സാധനം ഉണ്ടാകും, സമ്പത്ത് കൂടുന്തോറും കിബർ ഉണ്ടാവും. പണ്ടത്തെ കുടുംബക്കാരെ നമുക്ക് വേണ്ടിയായിരിക്കും, സ്വന്തം മാതാപിതാക്കളെ വേണ്ടിയായിരിക്കും, പണ്ടത്തെ കൂട്ടുകാരെ നമ്മൾക്ക് വേണ്ടിയായിരിക്കും. എപ്പോഴാണ് ഇതൊക്കെ വേണ്ടാതെ വരിക? എൻ്റെ കയ്യിൽ 4 ക്യാഷ് വരുമ്പോൾ. അതുകൊണ്ട് അന്ന് ഇബ്ലീസ് ആട്ടി ഓടിക്കപ്പെടാനുള്ളൊരു കാരണം. നമ്മൾ പിശാചിനെ പറ്റി പറയലത് എന്താ? മിനശ്ശൈത്വാനി റജീം, ആട്ടി ഓടിക്കപ്പെട്ട അല്ലേ, ശപിക്കപ്പെട്ട, ആട്ടി ഓടിക്കപ്പെട്ട പിശാചിൽ നിന്ന്. എന്തുകൊണ്ട് ആട്ടി ഓടിക്കപ്പെടാനുള്ള കാരണം? ഈ കിബർ കാണിച്ചു എന്നതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. ഒന്നുകൂടെ പറയാണ്, സുജൂദ് ഞാൻ ചെയ്യൂല, അത് അള്ളാഹ്ക്ക് മാത്രമേ ഞാൻ സുജൂദ് ചെയ്യൂ എന്നൊരു വാദം ആര് പറഞ്ഞിട്ടില്ല? ഇബ്ലീസ് പറഞ്ഞിട്ടില്ല. അടുത്ത ആയത്ത്, വഖുൽന യാ ആദമു, നാം ആദമിനോട് പറഞ്ഞു, ഇസ്കുൻ, നീ താമസിക്ക്. സെക്കൻഡ്, നമ്മൾ വീടിന് മസ്കൻ എന്നൊക്കെ പറയില്ലേ, സമാധാനത്ത് താമസിക്കുന്നത്. അതുകൊണ്ടാണ് വീടിന് എന്ത് പറയുന്നത്? മസ്കൻ, സക്കന, താമസിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. വഖുൽന യാ ആദം, നാം ആദമിനോട് പറഞ്ഞു, ആദമേ, സ്കുൻ, നീ താമസിക്ക്, അന്ത, നീയും, വസൗജുക, നിന്റെ ഇണയും അഥവാ നിന്റെ ഭാര്യയും താമസിക്ക്. വസൗജുക അൽ ജന്ന, സ്വർഗത്ത് താമസിക്കുക. വക്കുല, നിങ്ങൾ രണ്ടുപേരും തിന്നു, മിൻഹ, അതിൽ നിന്ന് അഥവാ സ്വർഗത്തിൽ നിന്ന്, റഗദൻ, സുഭിക്ഷമായിട്ട് ഇഷ്ടം പോലെ തിന്നു, ഹൈസു ഷിഅ്തുമ, നിങ്ങൾ രണ്ടാളും ഉദ്ദേശിക്കുന്ന യാത്ര. അല്ലാഹു തആല ആദമിനോട് പറഞ്ഞു, നീയും ഭാര്യയും സ്വർഗത്തിൽ താമസിച്ചോ, ഇഷ്ടം പോലെ എന്തും തിന്നോ. വലാ തഖറബ, നിങ്ങൾ രണ്ടുപേരും, ഇവിടൊക്കെ വലാ തഖറബ, കുല, ഷിഅ്തുമ എന്നൊക്കെ എന്തുകൊണ്ടത്? രണ്ടാളുള്ളത് കൊണ്ട്. വലാ തഖറബ, നിങ്ങൾ രണ്ടുപേരും അടുക്കരുത്, ഹാദിഹി ഷജറ, ഈ മരത്തോട് അടുക്കരുത്. ഫതകൂന, അപ്പം നിങ്ങൾ രണ്ടുപേരുമാകും മിനൽ-ളാലിമീൻ, അക്രമികളിൽ പെട്ടവനാകും. അള്ളാഹു ആദമിനും ഹവ്വാ ബീവിക്കും സ്വർഗത്തിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അള്ളാഹു ആദം നബിയെ സൃഷ്ടിച്ചത് ആണും പെണ്ണുമില്ലാതെയാണ്. ഹവ്വ ബീവിയെ സൃഷ്ടിക്കുന്നത് പെണ്ണില്ലാതെ ആണിൽ നിന്നാണ് അല്ലേ? ആണില്ലാതെ പെണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു ആരെ? ഈസാ നബിയെ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് രഹസ്യങ്ങളാണ്. ആദമിനുണ്ടാക്കി, ആദമിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാണ്? അള്ളാഹു തആല തൻ്റെ ഇണയുണ്ടാക്കുകയാണ്. രണ്ടുപേരോടും പറഞ്ഞു സ്വർഗത്തിൽ താമസിക്കണം. ഖാദിരിയാക്കളും മറ്റുള്ള ചില ആളുകളൊക്കെ ബൈബിളിൽ പോലും പണ്ടൊക്കെ കാണാം, പിന്നെ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, ഈ ജന്നത്ത് താമസിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കും, ജന്ന എന്ന് പറഞ്ഞാൽ പിന്നെ മറക്കുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അഥവാ ഒരുപാട് മരങ്ങളും തൈകളൊക്കെ ഉണ്ടായിട്ട് ഈ പിന്നെ മുകൾ ഭാഗം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ ഭൂമിയെ അതെന്ത് ചെയ്യും? ശരിക്കും ഒരു തണലായിട്ട് മാറുമല്ലോ, മറഞ്ഞു കിടക്കുമല്ലോ. അങ്ങനെ ഒരുപാട് കൂട്ടം മരങ്ങളുള്ളതിനൊക്കെ ജന്നത്ത് എന്ന് പറയും. അതുകൊണ്ട് തന്നെ പിന്നെ ഏതൻ തോട്ടത്തിൽ താമസിച്ചു എന്നൊക്കെ ബൈബിൾ പറയല്ലേ സാധാരണ. പിന്നെ ഭൂമിയിലാണ് ഈ സ്വർഗം എന്നൊക്കെ പറയലുണ്ട്. ഒരിക്കലും അത് ശരിയല്ല, ഭൂമിയിലല്ല. എന്തായിരുന്നാലും അള്ളാഹു സ്വർഗത്തിൽ തന്നെയാണ് ആരോട് താമസിക്കാൻ വേണ്ടി പറഞ്ഞത്? ആദമിനോടും ഹവ്വാ ബീവിയോടും താമസിക്കാൻ വേണ്ടി പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, എല്ലാം തിന്നോ, ഇഷ്ടം പോലെ തിന്നോ, എന്ത് മാത്രം തിന്നരുത്? ഈ മരം. ചില അഭിപ്രായങ്ങളിൽ കാണാം, ചില നിശ്ചിത മരങ്ങൾ, ഈ ഭാഗത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? അടുക്കരുത്. പക്ഷെ പിന്നാലെ ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെയായിരിക്കും ആൾക്കാർ പോകുക അല്ലേ? നമ്മളെപ്പോൾ അങ്ങനെ താല്പര്യം ഉംറക്ക് പോകുമ്പോൾ അതാ ഓർമ്മയാകുക. ഉംറക്ക് പോകുമ്പോൾ ഒരാളുടെ മുട്ട അടിച്ച് കിട്ടാൻ ശരിക്കും ബദർ യുദ്ധം നടത്തുന്ന പോലത്തെ വേല നടത്തണോ? എന്നാലും ഒരു മുട്ട അടിച്ച് കിട്ടൂ. അതേ ഒരു നേരെ മറിച്ച് ഇതേ ആൾക്കാരോ
ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ ബെറ്റ് വെച്ചാലോ ഫുൾ മുട്ടിയായിരിക്കും മലപ്പുറത്തൊക്കെ. നിങ്ങൾ നോക്കിയേ, നെരിയാണിക്ക് മുകളിൽ ആണുങ്ങളോട് വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ആർക്കും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല, ഭൂരിഭാഗം ആൾക്കാർക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു സാധനം ഇറങ്ങിയില്ലേ അല്ലേ, ബർമുടാണ്ട് നീണ്ടുപോയി, പാൻ്റ് ആയിട്ടുമില്ല, ട്രൗസർ കൊണ്ട് വിട്ടിട്ടുമുണ്ട്. ഇപ്പം എല്ലാവരും പള്ളിയിൽ അത് വിട്ടിട്ടായിരിക്കും അല്ലേ. ഇപ്പുറത്ത് എന്താ കാണുന്നതെന്നൊന്നും ചിന്തിക്കൂല. ഇത് വേറെ രാജ്യക്കാരോ വേറെ ഏതെങ്കിലും സിനിമാ താരങ്ങൾ ഇറക്കുമ്പോഴത്തേക്ക് അങ്ങനെയായി. ഞാൻ മുമ്പ് ഇവിടെ തന്നെ പറഞ്ഞിരുന്നു, നാട്ടിൽ കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി നാട്ടിൽ പോയപ്പോൾ ഫുൾ താടിയൻ, എല്ലാ ചെറുപ്പക്കാർക്കും താടി. എന്താ റബ്ബേ ഇത്, എല്ലാവർക്കും താടി. നോക്കുമ്പോൾ ഒരു സ്റ്റൈലാണ്, മീശ വെക്കണം താടിയും വെക്കണം, ഏതോ സിനിമ സ്റ്റൈലാണ്. മനുഷ്യന്മാരുടെ ചിന്ത അങ്ങനെയാണ്. അള്ള പറഞ്ഞ ഭാഗത്തേക്ക് നമുക്ക് എത്തൂല. പൊതുവെ സ്വഭാവം അതാ അല്ലേ. ആ സ്വഭാവത്തെ നമ്മൾ ശരിക്കും പഠിപ്പിച്ചു തരിക. ഇബ്ലീസ് മനുഷ്യൻ എങ്ങനെ പഠിപ്പിക്കും? ഇന്ന് സ്വർഗത്തിൽ മുഴുവൻ തിന്ന, എല്ലാം തിന്ന, എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഈ മരത്തോട് പോകരുത്. പക്ഷെ ഇബ്ലീസ് എങ്ങോട്ടേക്ക് അവരെ ഗണ്ണ് വെച്ചത്? അവിടെ തന്നെ. പല കിംവദന്തിയെ പറ്റി പറയട്ടോ, ഈ മരം ഇതിൽ നിന്ന് കായ് തിന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലം നിങ്ങൾ ഇവിടെ ജീവിക്കും, പലതും. അള്ളാഹു എന്താണോ ഖുർആനിൽ പറഞ്ഞത് അത്രേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പറയണ്ടു. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ കഥാപ്രസംഗക്കാരൊക്കെ അവരെ പിന്നെ ചായ്വ് കൂട്ടാൻ വേണ്ടിയിട്ട് പലതും ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് പോകണ്ട. പക്ഷേ എന്നിരുന്നാലും ആ ഭാഗത്തേക്ക് എന്ത് ചെയ്തു, അവരോട് പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പോയാൽ തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യും, അക്രമികളിൽ പെട്ടവനായി തീരും. പക്ഷേ ഫഅസല്ലഹുമ ശൈത്താൻ, ഫഅസല്ല അസല്ല നിങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാകും മുമ്പ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയെ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അസില്ല ഔ ഉസല്ല, തെറ്റിക്കുക അല്ലേ. ഫഅസല്ലഹുമ, അവ രണ്ടുപേരെയും തെറ്റിച്ചു. അശ്ശൈത്വാനു, പിശാച് തെറ്റിച്ചു. ഫഅസല്ലഹുമ അശ്ശൈത്വാനു അൻഹ, അതിനെ തൊട്ട്, അഥവാ ആ കായ്കനികൾ, ആ മരത്തിൻ്റെ കായ്കനികൾ തിന്നണ്ട എന്ന് പറഞ്ഞപ്പോൾ പിശാച് അവരെ തെറ്റിച്ചു. എന്ന് വെച്ചാൽ തിന്നിപ്പിച്ചു. അള്ള തിന്നണ്ട എന്ന് പറഞ്ഞ് സംഭവിച്ചു പോയി. ഇപ്പം എന്ത് ചെയ്തത്? ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീഹി, അള്ളാഹു എന്ത് ചെയ്യാണ്, രണ്ടുപേരെയും ഫഅഖ്റജഹുമാ പുറത്താക്കാണ്. എങ്ങനെ? ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീഹി, എന്തൊരവസ്ഥയിലായിരുന്നുവോ അവരുള്ളത്, അഥവാ സ്വർഗത്തിൽ ഇങ്ങനെ താമസിക്കുകയല്ലേ, അവിടുന്ന് അള്ളാഹു തആല എന്ത് ചെയ്തു, അവരെ പുറത്താക്കി. എന്നിട്ട് വഖുൽന, നാം അവരോട് പറഞ്ഞു, ഇഹ്ബിതു, നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ നിന്ന് ഇതോ പൊയ്ക്കോ. ബഅലുക്കും ലി ബഅലിൻ അദുവുൻ, നിങ്ങളിൽ ചിലർക്ക് ശത്രുവാകുന്നു. വലക്കും, നിങ്ങൾക്കുണ്ട്, ഫിൽ അർളി, ഭൂമിയിൽ, മുസ്തഖറുൻ, മുസ്തഖർ താമസിക്കുന്ന സ്ഥലം, പാർപ്പിടം, അതാണ് ഉദ്ദേശിക്കുന്നത്. മുസ്തഖറുൻ പാർപ്പിടമുണ്ട്. വ മതാഉൻ, മതാഉ വിഭവങ്ങളുമുണ്ട്. ഇലാ ഹീൻ, ഒരു നിശ്ചിത സമയം വരെ. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ആദമിനോടും ഹവ്വയോടും അള്ള പറയാണ്, ഇതാ നിങ്ങളെല്ലാവരും പോയിക്കോ. സ്വർഗത്തിൽ ആരെയും പുറത്താക്കുന്നുണ്ട്? കൂടെ ഇബ്ലീസിനെ പുറത്താക്കുന്നുണ്ട്. എങ്ങോട്ടേക്കാണ് പറയുന്നത്? ഇൻഷാല്ലാഹ് അടുത്ത ആയത്തിൽ വരും. ഭൂമിയിലേക്ക് പറഞ്ഞേക്കുക. പണ്ടേ അള്ളാഹു മനുഷ്യനെ, പിന്നെ ആളുകളൊക്കെ പറയാറുണ്ട്, ആദം നബി എങ്ങാനും ആ കായികനെ തിന്നിട്ടില്ല നമ്മളൊക്കെ ഇപ്പോൾ സ്വർഗത്തിലുണ്ടാകും. അങ്ങനെ ആരും വിചാരിക്കണ്ട. ആദമിനെ ഉണ്ടാക്കുമ്പോൾ തന്നെ അള്ളാഹ് എന്താ പറഞ്ഞത്? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, നാം ഭൂമിയിൽ എന്ത് ചെയ്യാണ്, ഖലീഫയെ നിശ്ചയിക്കാൻ വേണ്ടി പോകാണ്. ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാം. ഒരാൾ മുമ്പ് ചോദ്യം ചോദിക്കുന്നുണ്ടിരുന്നു, ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയെങ്കിൽ പിന്നെ ഇതൊക്കെ നടത്തണം. ഇത് അള്ളാഹു ഒരു കാരണത്തെ ഉണ്ടാക്കുകയാണ്. മലക്കളെ പഠിപ്പിച്ചു, അവരോട് സ്വർഗത്തിൽ താമസിപ്പിച്ചു. എന്നിട്ട് ആ സ്വർഗത്തിൽ, നമ്മുടെ തറവാട് സ്വർഗ, എവിടെ നമ്മൾ വന്നത്? സ്വർഗം. നമ്മൾ പോകേണ്ടതും അങ്ങോട്ടേക്ക് തന്നെയാ, സ്വർഗത്തേക്ക് തന്നെ. അള്ളാഹു നമ്മളെ ഒരുമിപ്പിക്കുമാറാകട്ടെ. എന്നിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ തിന്നണ്ട എന്ന് പറഞ്ഞപ്പോൾ ശൈത്താൻ അവനെ കൊണ്ട് തിന്നിപ്പിച്ചു. ഹദീസുകളിലൊക്കെ കാണാതെ ശൈത്താൻ മനുഷ്യൻ്റെ ദുർബലത എപ്പം ചൂഷണം ചെയ്യും അല്ലേ. അള്ളാഹു തിന്നരുത് എന്ന് പറഞ്ഞ് തന്നെ ചെയ്യിപ്പിക്കും. നമ്മളോട് അങ്ങനെയാ, അള്ളാഹു നമ്മളോട് കാണണ്ട എന്ന് പറഞ്ഞത് തന്നെ നമ്മളെ കൊണ്ട് കാണിപ്പിക്കും. എങ്ങനെയെങ്കിലും നമ്മളറിയാതെ നമ്മളിലേക്ക് അത് എത്തും, കണ്ടുപോകും നമ്മളോട് അല്ലേ. പടച്ചോൻ്റെ പള്ളിയിൽ വരെ ഒരു നല്ല മ്യൂസിക് ഉള്ളതൊക്കെ ക്ലോക്കൊക്കെ എത്തുന്നു. ആരാ? ശൈത്താൻ പണിയെടുത്ത് പടച്ചോൻ എന്തൊക്കെ വേണ്ടാന്നുള്ളതൊക്കെ ചെയ്യിപ്പിക്കും. അള്ള വേണമെന്നറിഞ്ഞതോ അത് ചെയ്യാൻ വമ്പിച്ച ഭാരമായിരിക്കും. നമുക്ക് നമ്മൾ തന്നെയാണ് ഉദാഹരണം.
അള്ള ചെയ്യണം എന്ന് പറഞ്ഞൊരു കാര്യത്തോട് നമുക്കുണ്ടാകുന്നൊരു വെറുപ്പ്, അള്ള ചെയ്യണ്ടെന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ ഉത്സാഹം. നിങ്ങൾ കണ്ടില്ലേ, അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത കാര്യം ഞാൻ നാട്ടിൽ ഭയങ്കര ഉത്സാഹം. റജബ് 22 വരുമ്പോൾ ദുനിയാവ് മുഴുവൻ നോമ്പ് എടുക്കാനുള്ള ഉത്സാഹമായിരിക്കും അല്ലേ? ആരാ ഇത്? റമളാനിൽ നോമ്പെടുക്കുമ്പോൾ ഇത്ര ഉത്സാഹം ഉണ്ടാവില്ല. റസൂല പഠിപ്പിക്കാത്ത റജബ് 27 ആകുമ്പോൾ ഭയങ്കര ഉന്മേഷം. ഷാബാൻ 15 മാത്രമേ നോമ്പ് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, ഭയങ്കര ഉന്മേഷമായിരിക്കും. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ച കുറേ ദിക്റുണ്ട്, 10-25 മിനിറ്റ് ചെയ്യേണ്ട ദിക്റുകളുണ്ട്. അത് ചെല്ലാൻ ആർക്കും ഉത്സാഹം ഉണ്ടാവില്ല. എന്നാലോ മനസ്സിലോ നിസ്കാര കുട്ടികളുണ്ടാവുകയും ചെയ്യും, മുടങ്ങാതെ ചെല്ലും. ഇതാ ശൈത്താൻ മനുഷ്യനെ തെറ്റിക്കുന്ന രംഗം അല്ലേ? നമ്മൾ നിസ്കരിക്കുമ്പോൾ കണ്ണടക്കുന്നുണ്ടാവും ശൈത്താൻ, നമ്മൾ ചൂഷണം ചെയ്യുന്ന രംഗം. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കരിക്കുമ്പോൾ എങ്ങോട്ടേക്ക് നോക്കണം? സുജൂദുക്ക് നോക്കണം. അപ്പോൾ സുജൂദുക്ക് നോക്കുമ്പോൾ നമ്മളോട് ശൈത്താൻ പറയുകയാണ്, നമുക്ക് തോന്നുകയാണ് സുജൂദുക്ക് നോക്കിക്കഴിയുമ്പോൾ പല ചിന്തകളും മാറി 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 വരിക, കണ്ണടച്ച് നിസ്കരിക്കുമ്പോൾ വല്ലാത്ത ഭക്തി കിട്ടുക അല്ലേ? അപ്പോൾ ഇത് ആരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞേ. സുജൂദുക്ക് നോക്കണം, ഭക്തി കിട്ടാൻ ആരോട് പ്രാർത്ഥിക്കുക? അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ശൈത്താൻ്റെ പണി എന്താ? സുജൂദുക്ക് നോക്കുക എന്ന, അഥവാ നമ്മൾ താഴത്തേക്ക് നോക്കുക എന്ന പണിയിൽ നിന്ന് ശൈത്താൻ നമ്മൾ എന്ത് ചെയ്യാണ്? തെറ്റിക്കുകയാണ്. ദാനം കൊടുക്കണ്ട, സ്വതക്ക കൊടുക്കണ്ട എന്ന് ഇങ്ങനെ പറയും. നമ്മൾ പിശാചിനെ തോൽപ്പിച്ചിട്ട് കൊടുക്കും. കൊടുത്താൽ വിടുവോ? പിന്നാലെ കൂടിയിട്ട് 2 ആളോട് പറ, 3 ആളോട് പറ, 4 ആൾ അറിയിക്കുക. അതാണ്ട് ബാത്തിലാക്കുന്നവരെ ശൈത്താൻ എന്ത് ചെയ്യൂല? ഒന്നും ചെയ്യൂല, അടങ്ങിയിരിക്കൂല. ഇതാണ് പിശാചിൻ്റെ പണി. അള്ളാഹിനോട് അവൻ പറഞ്ഞു, ഈ തെറ്റിക്കുമെന്ന് പറഞ്ഞിട്ട് ശൈത്താനെ ആട്ടിയിറക്കും. അള്ളാഹിനോട് പറഞ്ഞു, പഠിച്ചോനെ, ഞാൻ ആദമിൻ്റെ വലത്തും ഇടത്തും മുന്നിലും ബാക്കിലും എല്ലാ ഭാഗത്തും ഞാൻ നിൽക്കും. വല തജിദന്ന അക്സർ, നിനക്ക് അവരിൽപ്പെട്ട അധികം ആളുകളെയും കാണാൻ പറ്റൂല, വഴികെട്ട ജീവിതത്തിൽ ജീവിച്ചിട്ടല്ലാതെ, നന്ദി കെട്ടവരായിട്ടല്ലാതെ എല്ലാവരെയും ഞാൻ പേപ്പിക്കും. നിന്റെ ദീൻ ഇഖ്ലാസോടുകൂടി നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പഴിപ്പിക്കാതിരിക്കാൻ പറ്റും. ബാക്കി എല്ലാവരും ഞാൻ പഴിപ്പിക്കും. അത് ശൈത്താൻ അന്ന് മുതൽ ഇന്ന് വരെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പറ്റി നമ്മൾ വലിയ പേടിക്കേണ്ട. ശൈത്താൻ ഒരുപാട് റിസ്ക് ഒന്നും നമ്മളെ പേപ്പിക്കാനില്ല. നമ്മളിങ്ങനെ ഇരുന്നിട്ട് റിമോട്ട് മുന്നിൽ നിയന്ത്രിക്കുക നമ്മളിപ്പോൾ ശൈത്താനെ പറ്റിക്കുമെന്ന് അവൻ്റെ പേടി ഉണ്ടാക്കുക. ആ ജാതിയായിരിക്കും ഇന്നത്തെ സമൂഹങ്ങളൊക്കെ അല്ലേ? അവനും കൂടി വിചാരിക്കാത്ത കാര്യങ്ങൾ ഇന്നത്തെ സമൂഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ആദമിനെയും ഭാര്യയെയും പിശാച് തെറ്റിക്കുകയും 2 പേരെയും സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തആല എന്ത് ചെയ്യും? പുറത്താക്കുന്നു. എന്നിട്ട് പറയുന്നു, എല്ലാവരും പോയിക്കോ, നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളാ. പിശാച് നിങ്ങൾക്ക് എപ്പോഴും ശത്രുവാണ്. പോരാ, മനുഷ്യർ തന്നെ മനുഷ്യർക്കും ചിലപ്പോൾ എന്ത് ചെയ്യും? ശത്രുവായിട്ട് വരും. നിങ്ങളെ സൂക്ഷിക്കണം. അതുകൊണ്ട് നിങ്ങളെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഭൂമിയിൽ അള്ളാഹു വെറുതെ പറഞ്ഞേക്കില്ല, നിങ്ങൾക്ക് അവിടെ പാർപ്പിടേണ്ട, ഭൂമിയിൽ ജീവിക്കാനായി സുഭിക്ഷമായ വിഭവങ്ങൾ ഇവിടെ അള്ള തയ്യാറാക്കിയിട്ടുണ്ട്, ഭൂമി തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾക്ക് ജീവിക്കാനുള്ള മുഴുവനും അള്ള ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, ഭൂമി തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളത് കണ്ടുപിടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. കണ്ടുപിടിക്കണം അല്ലേ? ജോലിക്ക് പോകണം, അത് കണ്ടുപിടിക്കണം. എന്നിട്ട് തവക്കുൽ ചെയ്യണം. പക്ഷികൾ തവക്കുലാക്കുന്നത് പോലെ ഒട്ടിയ വയറുമായിട്ട് രാവിലെ കൂട് വിട്ടിറങ്ങുന്ന പക്ഷികൾ വൈകുന്നേരം നിറഞ്ഞ വയറുമായിട്ട് കൂട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഇതുപോലെയാ തവക്കുൽ ചെയ്യേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആകാശം നിങ്ങൾക്ക് പൊന്നിൻ്റെ മഴ പെയ്യിപ്പിക്കൂല, ഒരിക്കലും പെയ്യിപ്പിക്കൂല. പൈസ ഇങ്ങനെ ആകാശത്ത് നിന്ന് വരൂല. പഠിച്ചോനെ റിസ്ക് താ പറഞ്ഞ് റൂമിൽ കുത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. ജോലി കിട്ടുന്നവർ റൂമിൽ ഇരിക്കാനല്ല പറഞ്ഞത്, ഇറങ്ങി നടന്നിട്ട് 4 ആളോട് ചോദിക്കണം. ആ ചോദിച്ചിട്ട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് ചോദിക്കണം. അങ്ങനെ തവക്കുൽ ചെയ്യണം. ഇത് അള്ളാഹ് പറയണം, നിങ്ങളുടെ റിസ്ക് ഇവിടെ കണക്കാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ തന്നെ തിന്നും. ആ താമസവും ആ പാർപ്പിടവും ആ വിഭവവും എല്ലാം ഒരുക്കിയിട്ടാണ് അള്ളാഹു തആല ആരെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നത്? ആദം സന്താനങ്ങളെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നത് ഇലാഹീൻ, ഒരു നിശ്ചിത സമയം വരെ. ഇത്ര ആയത്താണ് ഇന്ന് എടുക്കുന്നത്. നേരത്തെ പറയാനൊന്ന് വിട്ടുപോയത്, പിന്നെ ആദമിന് എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അത് ശരിക്കും ഖുർആൻ കൊണ്ടും അതുപോലെ തന്നെ പല വസ്തുക്കളുടെ പേരുകൾ എന്നത് ഹദീസിലടക്കം വന്നതാണ്. പിന്നെ ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസു ഷഫായത്തുണ്ട്. മനുഷ്യന്മാരൊക്കെ ഓരോ നബിമാരുടെ അടുത്തേക്ക് പോകും. ആ സമയത്ത് ആദമിൻ്റെ അടുക്ക ഫസ്റ്റ് പോകുമ്പോൾ അപ്പം തന്നെ പറഞ്ഞത്, ആദമേ, അള്ളാഹുവിൻ്റെ കൈകളെ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി, മലക്കുകളെ കൊണ്ട് നിങ്ങൾ സുജൂദ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് നാമങ്ങൾ, എല്ലാത്തിൻ്റെയും നാമങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. ഇത് ആദമിൻ്റെ ഒരു ഗുണമായിട്ട് ഹദീസു ഷഫായിൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാനും പറ്റും. നമ്മൾ ആ നിലക്ക് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഈ വിഷയത്തെ ആ നിലക്ക് തന്നെ മനസ്സിലാക്കുക. ഒരിക്കലും ഖലീഫ എന്നതുകൊണ്ട്
അള്ളാഹുവിൻ്റെ പ്രതിനിധിയെ, അള്ളാഹുവിൻ്റെ നിയമം നടപ്പാക്കാനുള്ളൊരു പ്രതിനിധിയെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുക എന്നത് അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ, ഈ ഖുർആൻ നമ്മൾ ഓതിത്തന്നത് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് കേട്ടുപിടിച്ച സഹാബാക്കിറാം റളിയല്ലാഹു അൻഹും അജ്മഈനാണ്. അവരാരും അങ്ങനത്തെ ഒരു വ്യാഖ്യാനത്തിലേക്ക് ഈ ആയത്ത് കൊണ്ട് എത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. സുജൂദിൻ്റെ വിഷയത്തിലും ഇബ്ലീസ് വിസമ്മതിച്ചപ്പോൾ ഞാൻ എൻ്റെ സുജൂദ് അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യൂ എന്നും പറഞ്ഞിട്ടില്ല. ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സഹോദരങ്ങളെ, ഖുർആനിൻ്റെ ഒരു പദത്തിൻ്റെ അർത്ഥത്തിൽ നിന്ന് തെറ്റുമ്പോഴാണ് ബാക്കിയുള്ള ആശയങ്ങളിൽ പോലും പലപ്പോഴും ഖാദിരിയാക്കളുടെയും ഷിയാക്കളുടെയൊക്കെ ആദർശവും കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടി വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് എവിടെയാ അർത്ഥത്തിൽ മാറുന്നത് എന്ന് നമുക്കൊരിക്കലും മനസ്സിലാകൂല. അതുകൊണ്ട് പഠിക്കേണ്ട കേന്ദ്രത്തിൽ തന്നെ പഠിക്കണം. സാന്ദർഭികമായിട്ട് എനിക്ക് സൂചിപ്പിക്കേണ്ടി വരികയാണ്. ഇന്ന് നമ്മൾ പണ്ടൊക്കെ ഒരു വയല് കേൾക്കാൻ വിചാരിക്കണമെങ്കിൽ ഒന്നുകിൽ ആ CD പോയിട്ട് നമ്മൾ അന്വേഷിക്കണം, അല്ലെങ്കിൽ പോയിട്ട് വാങ്ങണം, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന് പോയിട്ട് നിൽക്കണം. ഇപ്പം നമ്മളൊന്നും ചെയ്യണ്ട. നമ്മൾ അടുക്കളയിലാണെങ്കിലും നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പോ ഫേസ്ബുക്കോ എന്തോ ആകട്ടെ, നമ്മളെ തേടിയിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പലതും പ്രോഗ്രാമുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്നാരും തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിക്കുന്നത് അത് ഒരു നമ്മൾ ആ രൂപത്തിൽ ചിന്തിക്കരുത്. ഞാൻ എൻ്റെ നിഷ്കളങ്കമായ മനസ്സുകൊണ്ടാണ് പറയുന്നത്. പിന്നെ കേരള നദുവത്തുൽ മുജാഹിദീനിൻ്റെ ഒരു പോഷക ഘടകമാണ് കേരളത്തിന് പുറത്തുള്ള ഇസ്ലാഹി സെൻറ്റർ. ആ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഒരു ഓഡിറ്റോറിയം, ഇത് KNM-ൻ്റെതാണ്. ഇത് ഒരു മുജാഹിദ് സ്ഥാപനമാണ്, പിന്നെ സലഫി സ്ഥാപനമാണ് ഇസ്ലാഹി സെൻറ്റർ എന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾ ആരോടും, ഞാനോ ഇതിൻ്റെ സംഘാടകരോ ഭാരവാഹികളോ ആരോടും എന്ത് പറയില്ല, നിങ്ങൾക്ക് ഇത് ആർക്കും ഞങ്ങൾ KNM-ൻ്റെ മെമ്പർഷിപ്പ് ഇട്ട് കാണിക്കലുമില്ല. നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി വരികയാണ്. അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പറയാൻ പറ്റും, അള്ളാഹുവിൻ്റെ ഖുർആൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വിശദീകരിച്ച് പഠിപ്പിച്ചുവോ അത് പഠിപ്പിക്കാനാണ് ഞങ്ങളുടെ അറിവിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത്. നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, സംശയങ്ങൾ ചോദിക്കണം, അറിയുന്നതിൻ്റെ ഉത്തരങ്ങൾ പറയും, അറിയാത്തത് ഇവിടുത്തെ പണ്ഡിതന്മാരോട് ചോദിച്ചു പറയും. ആ ബോധ്യത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ വാട്സപ്പുകളിലൊക്കെ മെസ്സേജുകൾ വരാറുണ്ട്, പല ഖുർആൻ ക്ലാസ്സിൻ്റെയും വരാറുണ്ട്. സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഖുർആൻ ക്ലാസ്സല്ലേ, ഹദീസല്ലേ, കിസ് പ്രോഗ്രാമല്ലേ, പല ആൾക്കാരും ഈ കിസ്സിൻ്റെ ഉത്തരങ്ങൾ ചോദിക്കാറുണ്ട്. ഇന്നാലില്ല, ഒരിക്കലും ഇസ്ലാമുമായി ബന്ധപ്പെടാത്ത ചോദ്യങ്ങൾ പോലും പിൽക്കാലത്ത് നമ്മൾ പ്രത്യേകം ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കണം. നമ്മൾ മലയാളത്തിൽ പഠിച്ച പല ചരിത്രവും ഷിയാക്കൾ ഉണ്ടാക്കിയ ചരിത്രമാണ് അല്ലേ? യസീദ് റളിയല്ലാഹുവിനെ ക്രൂരനായ ഒരാളായിട്ട് പറയുന്നത് ആരാ? യസീദ് റളിയല്ലാഹു അൻഹു. എന്താ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ? അള്ളാഹ് തൃപ്തിപ്പെട്ട. മുആവിയ കാട്ടുകള്ളനാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ആരാ മുആവിയ? മുആവിയ റളിയല്ലാഹു അൻഹു വറളു അൻഹു. അള്ളാഹിനെ തൃപ്തിപ്പെട്ടു, അള്ളാഹ് തൃപ്തിപ്പെട്ടു. ഖുർആൻ പറയുക എല്ലാ സഹാബികളും സ്വർഗത്തില്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കുടുംബക്കാർക്ക് അന്യായമായിട്ട് പണം കൊടുത്തു എന്ന് പറ. ആരാ ഉസ്മാൻ? ദുന്നൂറൈനി ഉസ്മാനും ഫിൽ ജന്ന, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ സ്വഹാബിയ. ഇങ്ങനത്തെ ആളുകളെപ്പോലും ഈ നിലക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് ചരിത്രം എത്തിയത്. ഇതാരാ ഉണ്ടാക്കിയത്? ചരിത്രം ഷിയാക്കളാണ് ഈ നിലക്ക് ചരിത്രം ഉണ്ടാക്കിയത്. റസൂലുള്ളാഹിൻ്റെ കുടുംബത്തോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് പിഴച്ചുപോയ ആൾക്കാരാണ് ഷിയാക്കൾ. നമ്മുടെ കേരളത്തിൽ നിന്ന് ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഇവിടുന്ന് ഷിയാക്കൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവരെ നിസ്കാരം എങ്ങനെയാ? ഇത് ഖുർആൻ, ഇത് ശരിക്കുള്ള ഖുർആൻ അല്ല എന്ന് പറയുന്ന ആൾക്കാർ, ശരിക്കുള്ള ഖുർആൻ അല്ല അല്ലെ എന്ന് വാദിക്കുന്ന ആൾക്കാർ, തക്കം കിട്ടുമ്പോഴൊക്കെ അല്ലേ നമ്മൾ ആ നിലക്ക് ദ്രോഹിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. കേരളത്തിൽ വെച്ച് ഷിയാ ആദർശം ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല. ഗൾഫിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ, പ്രത്യേകിച്ച് ഈ ഭാഗത്തു നിന്നും ബഹ്റൈനിൽ നിന്നൊക്കെ ശരിക്കും മനസ്സിലാവും. ഈ ഷിയാക്കൾ ഉണ്ടാക്കിയ പല ചരിത്രമായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്താണ് ഓരോ ചരിത്രത്തിൻ്റെ സത്യങ്ങൾ ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങിയത്. ഇങ്ങനെ പലതും പ്രിയപ്പെട്ടവർ ഇത്തരം ചോദ്യങ്ങളിലും കിസ് പ്രോഗ്രാമിലൊക്കെ ഉണ്ട്. നമ്മളുടെ ഇങ്ങനെ ഉത്തരം എഴുതിപ്പിക്കുക, നമ്മളെ മൈൻഡിലേക്ക് ഈ ഉത്തരം വരിക. പണ്ട് കോൾ ഓഫ് ഹോപ്പ് കായംകുളത്തൊന്നും മർക്കസുൽ ബിഷാറ മഞ്ചേരി എന്നൊക്കെ പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ഇങ്ങനെ പുസ്തകം അയച്ചു തരും. 10 ചോദ്യം ഉണ്ടാവും ലാസ്റ്റ്. ആ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ നമുക്ക് ഡയറി ഫ്രീ കിട്ടും, കലണ്ടർ ഫ്രീ കിട്ടും. ഇത് ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ പുസ്തകം വായിച്ച് ഉത്തരം എഴുതണം. ഇതുപോലെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ ശരിക്കും പ്രത്യേകിച്ച് ഫാമിലീസിനെ, സ്ത്രീകളെയാണ് ഇതൊക്കെ ലക്ഷ്യമാക്കുന്നത്. അതെന്തായിരുന്നാലും ആ വിഷയത്തിൽ നമ്മളൊരു സൂക്ഷ്മത കാണിക്കണം. ഭർത്താക്കന്മാരും കാണുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഞാനുണ്ടാകുന്നൊരു വാശി നമ്മൾ പിടിക്കണ്ട. ഖുർആൻ വരുന്നുണ്ട്, ഖുർആൻ്റെ തജ്വീദ് വരുന്നുണ്ട്. ഈ അടുത്ത് അറിയാൻ കഴിഞ്ഞത് ഖുർആൻ്റെ തജ്വീദിൻ്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ ആൾക്കാരെ കൂട്ടുന്നുണ്ട്.
കൂട്ടുമ്പോഴാണ് വടക്ക് കാലത്ത് വന്ന് പറഞ്ഞത് എല്ലാവരും ബയോഡാറ്റകൾ ഇങ്ങനെ അയച്ചു കൊടുക്കണം, ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കണം, ഇവിടെ പഠിച്ചു എന്ത് ചെയ്യുന്നൊക്കെ. അങ്ങനെ അയച്ചുകൊണ്ടേ ഇരുന്നപ്പോൾ ഒരു വിഭാഗം ചെയ്ത പണി, ഈ അയച്ച കൂട്ടത്തിൽ നിന്ന് 10 ആളെ തിരഞ്ഞു. അവർക്ക് മനസ്സിലായി ഞങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാർ തന്നെ, ഞാൻ ആരെ പറയുന്നില്ലേ, 10 ആൾ. ഇത് ശരിക്കും നേരിട്ട് കിട്ടിയ റിപ്പോർട്ട് ആയതുകൊണ്ടാണ് പറയുന്നത്. 10 ആളെ തിരഞ്ഞെടുത്തു, 10 ടീച്ചേഴ്സായി തിരഞ്ഞെടുത്തു. 10 ടീച്ചേഴ്സും 300ഓളം ആളുകളുടെ ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എല്ലാവരിലേക്കും ഖുർആൻ്റെ തജ്വീദ് മാഷാ അല്ലാഹ് പഠിക്കാം, ഖുർആൻ പഠിക്കണം, പോകുന്ന നിയമങ്ങൾ പഠിപ്പിക്കണം. പക്ഷേ അർത്ഥത്തിൽ തെറ്റ് പറഞ്ഞപ്പോൾ ഒരാൾ ചൂണ്ടിക്കാണിച്ചു, ഇന്ന അർത്ഥമല്ലല്ലോ ഖുർആനിൽ വേണ്ടത്, ഇന്ന രീതിയിലല്ല അർത്ഥം. അപ്പോഴാണ് തുരുതുര ലിങ്കുകൾ ഇങ്ങനെ, ഈ പ്രസംഗം കേൾക്കണം, ഈ ലിങ്ക് കേൾക്കണം, ഈ അർത്ഥം കേൾക്കണം. ഒരിക്കലും ഈ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ പോലും പല പുസ്തകങ്ങളും വിരോധിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ തഫ്സീറിൽ നിന്ന് അതിൻ്റെ എല്ലാ അക്കർത്തും തെറ്റുന്നല്ലോ ഇവിടെ പറയുന്നത്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും ചെയ്യേണ്ട. പക്ഷേ എവിടെയാണോ ഇത് അർത്ഥം മാറ്റേണ്ടത് അത് ബോധപൂർവം ചെയ്തിട്ട് അത് ആളുകളെ കൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഞാൻ ആരെ ഒന്നും മുടക്കാൻ ഞാൻ അർഹനല്ല, ഞാനത് ചെയ്യലുമില്ല, ചെയ്തിട്ടുമില്ല. പക്ഷേ ഈ ഇസ്ലാഹി സെൻറ്ററിൻ്റെ വേദിയിൽ ഇരുന്നിട്ട് പറയാണ്, ഇങ്ങനെ നടക്കുന്നുണ്ട്, കാണുന്നതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം, കാണുന്നതൊക്കെ കേൾക്കണം എന്നല്ല. നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, എന്താണോ ഞാൻ പഠിക്കേണ്ടത് അത് തന്നെ പഠിക്കണം. കാരണം ഇത് എനിക്ക് പറയാനുള്ള അർഹത, ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും ശരിയായിട്ട് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ്റെ ആശയ ആദർശമാണ് ശരി, അത് ശരി എന്നതുകൊണ്ട് ഞാൻ അതിൽ അത് അംഗീകരിച്ച് ജീവിക്കുന്നു. എല്ലാവരും KNM മെമ്പർഷിപ്പ് എടുത്താലേ സ്വർഗത്ത് പോകുന്നു, KNM നമ്മളോട് കൊണ്ട് ജനങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് പറയലുമില്ല, അതുകൊണ്ട് അങ്ങനത്തെ ഒന്നിനും പങ്കെടുക്കില്ല. പക്ഷേ ഇതൊരു സ്വർഗത്തിലേക്കുള്ള റൂട്ടാണ്. മറ്റുള്ള സംഘടനകളൊക്കെ പല അബദ്ധങ്ങളും തെറ്റുകളുമുണ്ട്. അതുകൊണ്ടാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പല സെൻറ്ററുകളും ഉണ്ടായിട്ടും ഈ സെൻറ്റർ ഇവിടെ പ്രയാസപ്പെട്ടിട്ട് 48,000 റിയാൽ പ്ലസ് കറണ്ട് ബില്ലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു സെൻറ്റർ പ്രവർത്തിക്കാൻ കാരണവും ഈ KNM ആദർശം അഥവാ മുജാഹിദിൻ്റെ ആദർശം ആളുകൾക്ക് ആ സത്യത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി മാത്രമാണ്. അത് ഖുർആനാണ്, അത് സുന്നത്താണ്. ആ ഖുർആനും സുന്നത്തും പൂർവ്വകാല നേതാക്കന്മാർ പറഞ്ഞതുപോലെ പഠിപ്പിക്കുന്നതുമാണ്. അത് ആ ഒരു സത്യ ഉപദേശം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. അല്ലാതെ ഇതൊരു ഗ്രൂപ്പിൻ്റെ സെൻറ്ററോ ഒരു ഗ്രൂപ്പ് വേറെ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ പണ്ഡിതന്മാർ അങ്ങനെയോ എന്ന് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. ഇതൊക്കെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെ മാറി നിന്നിട്ട് അതൊക്കെ അടിയുണ്ടാക്കാൻ, ഇതൊക്കെ വഴക്കുണ്ടാക്കാൻ, ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ. അങ്ങനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരിക്കലുമല്ല. അള്ളാഹുവിൻ്റെ ദീൻ അത് പറയൽ മാത്രമാണ് ഉദ്ദേശം. അള്ളാഹുവിൻ്റെ ദീൻ സത്യത്തിൽ എത്തിക്കലാണ് ഉദ്ദേശം. മരിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, മുമ്പ് ഹറമിൻ്റെ ബിൽഡിങ് ക്രെയിന് പൊട്ടി വീണ ആ ബിൽഡിങ്ങിൻ്റെ താഴെ മരിക്കാൻ കിടക്കുന്ന ആൾക്കാർക്കും സംസം വെള്ളം കുടിപ്പിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ വേണ്ടിയിട്ട് കലിമ ചൊല്ലി കൊടുക്കുക. ഇതാണ് നമ്മുടെ ഉദ്ദേശം. മരിക്കാൻ നോക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചിട്ട് മുവഹിദായിട്ട് മരിക്കാൻ പറ്റണം, പഠിച്ചവനോട് മാത്രം പ്രാർത്ഥിച്ച് മരിക്കാൻ പറ്റുന്നൊരു മുസ്ലിമായിട്ട് മാറണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളും ഞാനും ഞങ്ങളെപ്പോലെ ഞങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ വേറെ എന്നല്ല, നമ്മളെല്ലാവരും കൂടെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് വരിസംഖ്യയൊക്കെ കൊടുത്തിട്ട് ഇതിങ്ങനെ നിലനിന്ന് കൊണ്ടുപോകുന്നത് ഈ തൗഹീദ് എത്തിക്കാൻ വേണ്ടി മാത്രമാണ്. എല്ലാവരിലും നല്ല വഴലൊക്കെ ഉണ്ടാവും. മരണത്തെപ്പറ്റി പറയുമ്പോൾ അതിലായിരിക്കും അഭിപ്രായ വ്യത്യാസമില്ല. മുജാഹിദിൻ്റെ മരണം വേറെ, സുന്നീൻ്റെ മരണം വേറെ, ജമാഅത്ത് ഇസ്ലാമിൻ്റെ വേറെ, തബ്ലീഗിൻ്റെ മരണം വേറെ അല്ല. എല്ലാ വഴലും ഒരുപോലെ ആയിരിക്കും, പലതും ഒരുപോലെ ആയിരിക്കും. പക്ഷേ ആദർശപരമായിട്ട് ഇവിടെ വിയോജിപ്പുണ്ടോ അത് പ്രചരിപ്പിക്കാൻ അതിൽ ഞാൻ എല്ലാം കേട്ട് അങ്ങനെ നമ്മുടെ എന്തും ഒരു അടിയറ വെക്കുന്നൊരു സ്വഭാവം നമ്മളിലേക്ക് എത്തരുത്. ഞാൻ ചെയ്യുന്ന ഒരു കർമ്മം അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചതായിരിക്കണം. ഞാൻ ചൊല്ലുന്ന സ്വലാത്തും ദിക്റുകളും എല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചതായിരിക്കണം. എങ്കിലേ എനിക്ക് സ്വർഗം കിട്ടൂ, എങ്കിലേ എനിക്ക് പരലോകത്തിൻ്റെ കൂലി കിട്ടൂ. നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.